Amen. Amen. Glory be to the Lord. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിന് വേണ്ടി ഒരു വേദവാക്യം വായിച്ച് അല്പകാര്യങ്ങൾ ഓർപ്പിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. For tonight's meditation, I would like to read a portion of scripture and highlight a few things therefrom and wind up my words. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ അതിന്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. Let's move on to the book of Deuteronomy, chapter 10, and read verse 12. ആവർത്തനം 10-12. Deuteronomy chapter 10, verse 12. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ദൈവത്തിന് മഹത്വം. Glory be to the Lord. അതിന്റെ മുന്നോടിയായിട്ട് അതിന്റെ മുകളിലുള്ളായ 11-ാമത്തെ വാക്യം 10-ഉം 11-ഉം വചനം ചേർത്ത് വായിക്കുമ്പോൾ, As a prelude to the same, when we read the above two verses, that is verses 10 and 11. മോശയുടെ ചില അനുഭവങ്ങളെ കുറിച്ചും മോശയോട് ദൈവം കൽപ്പിക്കുന്നതായ അവസ്ഥകളെ കുറിച്ച് പറയുന്നു. ആ ജനം സ്വർഗീയ കനാൻ അല്ലെങ്കിൽ അവകാശം അവരുടെ അവകാശ അവസ്ഥയിൽ ചെന്നെത്തട്ടെ അവരെ പറഞ്ഞു വിടുക എന്ന് പറയുന്നു. We are able to understand the experiences of Moses. The Lord speaks a few things to Moses. The Lord gives a direction that you send off these people that they might reach the promised land of Canaan. 10-11 വായിക്കും. Let's read verses 10 and 11. ഞാൻ മുൻപിലെത്തിയ പോലെ 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ആ പ്രാവശ്യവും യഹോവ എൻ്റെ അപേക്ഷ കേട്ടു. നിന്നെ നശിപ്പിക്കാതിരിപ്പാൻ യഹോവയ്ക്ക് സമ്മതമായി. പിന്നെ യഹോവ എന്നോട്, നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുൻ നടക്ക. അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അവർ ചെന്ന് കൈവശമാക്കട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് മഹത്വം. Glory be to the Lord. അതിനുശേഷമാണ് മോശയോട് ഈ വാക്ക് ദൈവം അറിയിച്ചതിന് ശേഷം ഇപ്രകാരം പറയുന്നു, ജനം എങ്ങനെയുള്ളവരായിരിക്കണം, ഏത് നിലയിലായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആ ജനത്തെ ഓർപ്പിക്കുവാനായിട്ട് മോശയോട് കൽപ്പിക്കുന്നു. After telling these things to Moses, the Lord again asked Moses to remind the people as to what should be the nature they have to maintain in their life. മിസ്രയീം ദേശം വിട്ട് പാപത്തിന്റെ അന്ധകാരത്തെ വിട്ട് മുൻപോട്ട് പോകുന്ന ജനം, The people who left out Egypt, the people who had departed from the dark life, അവർ പാലിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും അവർ അംഗീകരിക്കേണ്ടതായിരിക്കുന്ന ചില പ്രമാണങ്ങളെ വീണ്ടും ഓർപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. there are certain obligations which are mandatory to be complied with, the statutes, the commandments and the laws which are mentioned here. അവർക്ക് കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ആ സ്വർഗ്ഗീയ കനാൻ അവകാശമാക്കണമെങ്കിൽ അവർ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന 5 വിധമായിരിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് വീണ്ടും ഓർപ്പിക്കുകയാണ്. You not inherit the heavenly Canaan that is promised unto them. They have to execute 5 things which are mentioned in this passage. ഇസ്രായേലേ, ദൈവമായ യഹോവയെ ഭയപ്പെടുക. Know Israel, fear thy Lord your God. അവന്റെ വഴികളിൽ നടക്കുക. Walk in all his ways. അവനെ സ്നേഹിക്കുക. Love him. അവനെ സേവിക്കുക. Serve him. ചട്ടങ്ങളെ പ്രമാണിക്കുക. Follow his commandments. ഈ വിധമായിരിക്കുന്ന അനുഭവങ്ങളെ പാലിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദത്ത രാജ്യമാണ് സ്വർഗ്ഗീയ കനാൻ. Those who follow these 5 experiences unto them, the Lord is promising a heavenly Canaan. ഇന്ന് മനുഷ്യന് ദൈവഭയം വളരെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മുൻപോട്ട് നീങ്ങുന്നത്. These are the days we observe everywhere. Man is moving forward, devoid of any fear of God. രക്ഷിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തോട് പറയുന്നു, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം. Look at the saved Israel. The Lord says, fear the Lord thy God. അവർ അനേകരുടെ ജീവിതത്തിൽ ദൈവഭയം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് കനാനിൽ എത്താതെ മരുഭൂമി പട്ടുപോകാൻ കാരണം. Touching the lands of Share, the people of Israel, they were devoid of the fear of God, and therefore they were not able to reach the promised land of Canaan. They become carcasses in the wilderness. സ്വർഗ്ഗീയ കനാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്ത ഇസ്രായേൽ ജനം ദൈവപ്രമാണത്തെയും ദൈവവും കൽപ്പിച്ചതായ ആദർശത്തെയും നിയമത്തെയും ഒക്കെയും പുറകെ തള്ളിക്കൊണ്ട് മറ്റുള്ള പൈശാചികമായ ശക്തികൾക്ക് ഇടം കൊടുത്ത് ജീവിച്ചതിനാൽ ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. Mocking the heavenly Canaan as the goal, the people set out from Egypt. Through the journey, they transgressed the commandments of God. They had left behind the statutes and the directions of God allows. The consequences that they were not able to get destinated. മിസ്രയീമിലായിരുന്ന ഇസ്രായേൽ മക്കളെ വിടുവിച്ചതിന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അവർ സ്വർഗ്ഗീയ കനാൻ അവകാശമാക്കണം എന്നുള്ള ഉദ്ദേശത്താണ്. The most important purpose with which the people of Israel were delivered out of Egypt is they should inherit the heavenly land of Canaan. ആ സ്വർഗ്ഗീയ കനാൻ അവകാശമാക്കണമെങ്കിൽ
അവർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്, നിങ്ങൾക്ക് ഏത് സമയത്തും ദൈവഭയം ഉണ്ടായിരിക്കണം. He not inherit the promised land of Canaan. A note of caution is given, that is, ye must fear Lord thy God. ദൈവഭയം ഉള്ളവർക്ക് ദൈവേഷ്ടം ചെയ്യുവാൻ കഴിയും. Those who fear the Lord will be able to do the will of God. ദൈവഭയം ഉള്ളവർക്ക് ദൈവശബ്ദം ഗ്രഹിക്കുവാൻ കഴിയും. Those who fear God will be able to hearken to the voice of God. ദൈവഭയം ഉള്ളവർക്ക് ദൈവത്തിന്റെ വഴി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. Those who fear God will be able to comprehend the ways of God. ദൈവഭയം ഉള്ളവർക്ക് നിശ്ചയമായിട്ടും കർത്താവ് പോയ പാത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. Those who fear God will be able to understand the path that was trodden by the Lord. ദൈവഭയം ഉണ്ടെങ്കിൽ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ ഓർക്കുവാനും പഴയ നിലവരത്തെ ഓർക്കുവാനും നടത്തിക്കൊണ്ടുവന്നിരിക്കുന്ന നടത്തിപ്പുകാരനെ ഓർക്കുവാനും കഴിയും. If you have the fear of God, you'll be able to reminiscent the old ways, the old experiences, the situation from where God can deliver you and has brought you hitherto. ദൈവഭയം നഷ്ടപ്പെട്ടു പോയ ആ കാലഘട്ടത്തിലാണ് ദൈവീയ നടത്തിപ്പിനെതിരായിട്ട് ചോദ്യം ചെയ്യുവാനും മാത്രമല്ല ദൈവത്തെ പുറകെ തള്ളിക്കൊണ്ട് മറ്റുള്ള പലവിധമായിരിക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് വഷളത്വം പ്രവർത്തിക്കാൻ കാരണം ദൈവഭയം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. The days when these people came short of the fear of God, these people dared to prepare idols, go after them, transgress the commandments of God and go after the things of the world. ദൈവഭയം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവരെ വിടുവിച്ചുകൊണ്ടുവന്ന ദൈവത്തെ മറന്നിട്ട് മറ്റു പലവിധമായിരിക്കുന്ന അവസ്ഥയെ അവർ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ മോശയുടെ കയ്യിലുണ്ടായിരുന്ന കൽപ്പനകളെ ഉടച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു. When they came short of the fear of God, these people forgot the Creator God. These people had forgotten the ways God could steer them forward. They had forgotten everything. Therefore now Moses comes to the point in which he also throws down and thereby breaks the stone tablets where the commandments were written. എങ്കിലും ദൈവഭയത്തോടുകൂടെ ദൈവപ്രമാണം കൊടുത്തിട്ട് വീണ്ടും കനാനിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ഉദ്ദേശത്തോടുകൂടെ മോശ വീണ്ടും പർവ്വതത്തിലേക്ക് പോയതായി കാണുന്നു. However, with the same purpose of restoring these people to provide the promised land of Canaan, once again Moses moves on to the mountain. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ആ മോശയോട് വീണ്ടും പറയുകയാണ്. The Lord says to Moses again, ആ പ്രമാണം വീണ്ടും പഠിപ്പിക്കുക. the law must be taught to them again. ദൈവത്തെ ഭയപ്പെടാൻ പഠിപ്പിക്കുക. Teach them to fear God again. അവർ പോയി കനാൻ ദേശം അവകാശമാക്കട്ടെ. Let them go and inherit the promised land of Canaan. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവത്തിന്റെ കരുണ എത്ര വലിയതാണ്. How marvelous is the mercy of God. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും നിൽക്കുന്നത് ദൈവത്തിന്റെ കരുണയാലാണ്. Wherever people of God today we sustain only by means of the multitude of the mercy of God. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ രക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ നിൽക്കുന്നത് ദൈവത്തിന്റെ കരുണയാലാണ്. നിന്നെ ഈ രാത്രി കാലഘട്ടം സ്നേഹിച്ചുകൊണ്ട് ഈ രാത്രി നിന്നോട് കർത്താവ് സംസാരിക്കുകയാണ്. Of the saved people of God, if you have fallen from that experience of salvation, tonight the Lord is looking at you saying you are still alive only by the matchless mercy of God. ആരെയാണ് ഭയപ്പെടേണ്ടത്? Who should we fear? മത്തായി സുവിശേഷം 10:28 വായിക്കുന്നു. Coming to Matthew's Gospel, chapter 10, verse 28. ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളിയിടുവാൻ കഴിവുള്ളവനെ അല്ലെങ്കിൽ അധികാരമുള്ളവനെ നമുക്ക് ഭയപ്പെടാം. Let us fear the one who is able to slay our soul and the spirit and cast into hellfire. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. നമ്മുടെ ദൈവത്തെ നമുക്ക് ഭയപ്പെടാം. Let's fear our God. ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ദൈവഭയം ഉള്ളത്തിനുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവൻ അരുതാത്ത അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ ഭയപ്പെടും. If we fear God, if we store this godliness in our conscience, they'll be reluctant to commit evil things. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ദൈവേഷ്ടം 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 എന്നുള്ളതായിരിക്കും. Always we must have the throbbing, we must do the will of God, only God's will alone. നമുക്ക് എപ്പോഴും ആവശ്യമായിരിക്കുന്നത് സ്വർഗ്ഗീയ കനാൻ അല്ലെങ്കിൽ പുതിയ യെരൂശലേം അല്ലെങ്കിൽ സിയോൻ അവകാശമാക്കണം എന്നുള്ളതായിരിക്കും. Always we need to have the thoughts we must inherit heavenly Zion, Jerusalem. ഇന്ന് അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ എന്റെയോ നിങ്ങളുടെ മരണമായിരിക്കാം. നിശ്ചയമായിട്ടും മരണശേഷമുള്ള ഒരു നിത്യമായിട്ടുള്ള വാസസ്ഥലം ഉണ്ടെന്നുള്ള വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ദൈവഭയം നഷ്ടപ്പെട്ടു പോവുകയാണ്. Tonight at the end moment we may die, but if we lose that revelation that there's a life after the heavenly Jerusalem Zion, these people will not have any fear of God. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. റോമാലേഖനം 13:4 അപ്പോസ്തലൻ പൗലോസ് സഭയോട് പറയുന്നു, നീ തിന്മ ചെയ്താലോ നീ ഭയപ്പെടുക. When we come to Romans chapter 13 verse 14, Saint Paul says that if we commit evil, fear the Lord. 13:4 Chapter 13 verse 4. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരൻ ആയിരിക്കുന്നത്. നീ തിന്മ ചെയ്താലും ഭയപ്പെടുക. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക. If you do evil, be afraid of it. ഒരുവൻ തിന്മ ചെയ്യുന്നുവെങ്കിൽ അവൻ ഭയപ്പെടണം. When a person commits evil, he must fear it.
തിന്മ ചെയ്തിട്ട് ഭയപ്പെട്ട് ഓടിയതായ വ്യക്തി നമുക്കറിയാം. We know a person who after committing evil, fearing and fleeing away. ഉൽപ്പത്തി പുസ്തകം 3-ാം 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ Coming to the book of Genesis, chapter 3, verse 10. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം സൃഷ്ടിക്കപ്പെട്ട് തോട്ടത്തിലാക്കിയിരുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മ ഭവിച്ചപ്പോൾ അവർ ഭയപ്പെട്ട് ദൈവസന്നിധി ഓടി ഒളിക്കുന്നതായി കാണാൻ കഴിയുന്നു. The very man who was created out of the own image or likeness of God, clothed in the glory of God, the moment he committed evil, he feared the Lord and fled away from the presence of God. തിന്മ ചെയ്താലോ നീ ഭയപ്പെടണം. If you commit evil, be afraid of. ഉൽപ്പത്തി പുസ്തകം 3-ാം 10-ാം വാക്യം. So move on to the book of Genesis, chapter 3, and read verse 10. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചുവെന്ന് അവൻ പറഞ്ഞു. ആദാമിന്റെയും അവളുടെയും ജീവിതത്തില് തിന്മ ഭവിച്ചപ്പോൾ അവൻ ദൈവത്തിനെ അല്ലെങ്കിൽ കാലോച്ച കേട്ടപ്പോൾ ദൈവമക്കൾ അവൻ ഓടി ഒളിക്കുകയാണ്, ഭയപ്പെട്ട് ഓടി ഒളിക്കുന്നത് കാണുന്നു. When evil crept into the life of Adam and Eve, the moment they hearkened to the speaking sound of the foot of the Lord, they want to hide themselves, they fear God and go away. ഇന്ന് തെറ്റായ നിലയിലുള്ള ജീവിതമാണ് മനുഷ്യന് എപ്പോഴും മരണഭയം അല്ലെങ്കിൽ ഭയപ്പാട് ഉണ്ടാകുന്നത്. Today it is a devilish life only that is creating fear of death in human life. മനുഷ്യനെ ഭയം പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് രോഗശാന്തിയിൽ ദൈവമക്കൾ നിലനിൽക്കാൻ കഴിയാതെ ഓടി ഒളിക്കുന്നത്. As man is under the grip of death of fear only, he is not able to become surviving in the divine healing doctrine. He goes away from the presence of God. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പീരിക്കൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. Why for coming to book of Revelation we read, the faithful cannot inherit the kingdom of God. പീരിക്കൾ അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ശുദ്രക്കാർ, വിമാനാദികൾ എന്നിവർക്കും പോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകൊത്തുന്ന പൊയ്യത്രേ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നല്ലോ. The book of Revelation we read that the fearful, the abominable, the idolaters, the warmongers, the sorcerers, these people cannot inherit the kingdom of God. They will find their part inheritance in the hellfire where there is brimstone fire shall be burning. ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാൻ കഴിയാതെ തേജസ്സും മഹിമയും അധികാരവും കർത്തവവും വാഴ്ചകളും എല്ലാവിധമായിരിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിരുന്ന മനുഷ്യർ ഇന്ന് ദൈവത്തിന്റെ ആ തേജസ്സിന് മുൻപിൽ നിൽക്കാൻ കഴിയാതെ ഓടി ഒളിക്കാൻ കാരണം അവന്റെ ജീവിതത്തിലുണ്ടായ തിന്മയാണ്. The very man who was adorned with the glory of God, praise of God, power of God, honor of God, grandeur of God, majesty of God, now on hearing the sound of God, he is not able to face his presence because he committed evil. Because of the evil, now he is afraid of. ദൈവമക്കളെ അവരുടെ ജീവിതത്തിലെ തിന്മയായിട്ടുള്ള വശങ്ങളെ കണ്ടുണർന്ന് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു മീറ്റിംഗ് നമുക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. Beloved people of God, if there is any vicious thing in our life, evil in our life, we have to dictate the same and cast down with the same purpose. Such a meeting has been agonized here. നിന്നെ സൃഷ്ടിച്ച നാളിൽ, on the day of your creation, നിന്നിൽ നീതികേട് കാണുന്നവരെ, till the moment unrighteousness was found in you, നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. you walking you were unblameable. ദൈവമക്കളെ ദൂതന്മാരെ കുറിച്ച് പറയുന്നെങ്കിൽ നിശ്ചയമായിട്ടും എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് പറയുന്നത് വാസ്തവമായിട്ട് നമ്മെ സൃഷ്ടിച്ച നാളിൽ നമ്മുടെ നീതികേട് കാണുന്നവരെയും നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. Although this is a testimony concerning the angels, the Lord gives us some testimony concerning us. That's the moment that we got saved and turned to the side of the Lord. We are unblameable. We are full of righteousness. We fear the Lord. ഒരുവനിൽ നീതികേട് കാണുമ്പോൾ നിശ്ചയമായിട്ടും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ ദൈവമായിട്ടുള്ള സംസർഗം വിട്ട് ഓടുകയാണ്. When unrighteousness penetrates into a human life, he goes away from the communion of God. ഇന്ന് മനുഷ്യന്റെ തെറ്റായിട്ടുള്ള ജീവിതമാണ് മനുഷ്യന് ദൈവത്തെ ഭയപ്പെടുവാൻ ഇടയാകുന്നത്. It is a wrongful life only that compels man to be fearful to God. കുറ്റം ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലീസ് അധികാരികളെ കാണുമ്പോൾ ആരും പറയണ്ട, അവരെ കാണുമ്പോൾ തന്നെ ഓടി ഒളിക്കും. A man who commits a crime without the telling of anybody, on seeing the police force, this man will attempt to hide himself. അല്ലെങ്കിൽ കുറ്റം അല്ലെങ്കിൽ തെളിയിക്കുന്നതിന് വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറ്റക്കാരാണെങ്കിൽ തനിയെ പറഞ്ഞോളൂ. Not to prove his guilt, or not to prove that the case at the time of interrogation, without the compulsion of anybody, he will make the confession. കുറ്റം ചെയ്തില്ലെങ്കിൽ എത്രമാത്രം എന്തെല്ലാം ചെയ്താലും ശരി അവൻ ധൈര്യമായി നിൽക്കാൻ കഴിയും. If he fails, so if he has not committed any crime, even though he is interrogated by applying different kinds of measures, he'll be bold enough to answer every question posed to him. ഇന്ന് നീ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയുമോ? Today, as he stands before the presence of God, can he become bold? അതോ കർത്താവിന്റെ മുമ്പിൽ നീ ഭയപ്പെട്ട് ഓടുമോ? Or with the fear, will he flee away from the presence of God? നിന്നെ സൃഷ്ടിക്കുമ്പോൾ അഥവാ നിന്നെ രക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ മഹിമയോടെ തേജസ്സോടെയാണ് നിന്നെ സൃഷ്ടിക്കുന്നത്. The moment of creation, that means the moment of your salvation,
the Lord is adorning you with His glory. ഒരു മനുഷ്യന് ജന്മം കൊടുക്കുമ്പോൾ അഥവാ ഒരു പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ തേജസ്സും മഹിമയും അധികാരവും ദൈവമക്കളെ സകലവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും കൊടുത്താണ് ദൈവം അവനെ സൃഷ്ടിക്കുന്നത്. Beloved people of God, when a person is translated into a new birth, new person, the Lord is adorning him with His image, with His likeness, with His honor and glory. ഇന്ന് എന്തുകൊണ്ട് മനുഷ്യൻ പ്രാകൃതനായി തീരുന്നു? Today, why has man become sensual? അവന്റെ മുഖം എപ്പോഴും വാടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? Why he develops fade facetness always? അവന്റെ പാപനിമിത്തമായിട്ട്. Because of his sin. അവന്റെ പാപം ഉള്ളത്തിരിക്കുന്ന കാലത്തോളം നിശ്ചയമായിട്ടും അവന് ധൈര്യമായി നിൽക്കാൻ കഴിയില്ല. എപ്പോഴും മുഖം വാടിയിരിക്കും. As long as there is sin only in his inner conscience, he cannot become boldly faced. Rather, he will become faint faced. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, വാസ്തവമായിട്ട് ഏത് രീതി ഉണ്ടായ മനുഷ്യരെ എപ്പോൾ അവസ്ഥയായിരുന്നു നമ്മുടെ ഒരു കാലത്ത്. എന്നാൽ കർത്താവ് നമ്മെ തേടി വന്ന് നമുക്ക് രക്ഷയുടെ വസ്ത്രമായി തീർന്നു. Beloved people of God, during the time past, we too were like the experience that Adam and Eve had in the Garden of Eden. However, the Lord came in search of us and has given us the garment of salvation and glory. ദൈവം കൊടുത്തതായ അല്ലെങ്കിൽ സൃഷ്ടിച്ച നാളുള്ള ആ വസ്ത്രം, തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയപ്പോൾ മനുഷ്യൻ ഭയപ്പെട്ട് ഓടുകയാണ്. The day when God created man, He had given him His garment of glory. But the moment he committed evil, he came short of the same. Now he is fearing God and going away from the presence of God. വീണ്ടും അവനെ ദൈവസന്നിധിയിൽ കൊണ്ടുവെത്തിക്കാനായിട്ട് ഒരു കുഞ്ഞാടോട് അറക്കപ്പെടുന്നു. The lamb is slain then in order to restore this man to the presence of God. ആ കുഞ്ഞാട് അറക്കപ്പെട്ടു ഒരു വസ്ത്രമായി തീർന്നു. Therefore the lamb was slain that he became a garment പ്രിയ to him. പ്രിയ ദേശവാസിയെ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ രക്ഷയ്ക്കിന് വേണ്ടി വാസ്തവമായി കർത്താവിന്റെ കരുണയാൽ അവർ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി വിടഞ്ഞു മരിച്ചതിനാൽ നമുക്ക് എനിക്ക് നിങ്ങൾക്ക് ജീവന്റെ വസ്ത്രമായി മാറി. Beloved people of God, beloved inhabitants of this part of the land, as Lord Jesus Christ became a sacrifice on the cross of Calvary, as He was slain then as a lamb, He became a garment of glory and salvation on our behalf. ദൈവമക്കളെ, തിന്മ ചെയ്താലോ അവൻ ഭയപ്പെടുന്നു. When a man commits evil, he is afraid of it. തിന്മ ചെയ്തതുകൊണ്ട് ഭയപ്പെട്ടതായ ഒരു രാജാവിനെ നമുക്കറിയാം. We are able to read of a king, as he committed evil, he was fearing a lot. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. Coming to the book of Daniel, chapter 5, verse number 6. ബേൽശസ്സർ രാജാവ് King Belshazzar, ഒരു കൈ വന്നിട്ട് എഴുതിയായ എഴുത്ത് കണ്ട ശേഷം അവൻ ഭയപ്പെട്ടു പോയി. a hand appeared then that inscribed something. On reading that writing, he was panic stricken. എന്തുകൊണ്ട് അവൻ ഭയപ്പെടുന്നു? Why was he afraid of? എഴുതിയ എഴുത്തല്ല, എഴുതിയ കൈ കണ്ടതുകൊണ്ടാണ്. It is not the writing on the wall, rather noticing the hand. 6-ാം വാക്യം. എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി. രാജാവിന്റെ മുഖഭാവം മാറി. അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. His knees smote one another. എന്തുകൊണ്ടറിയാമോ? Why? ആ കൈ വന്നിട്ട് ഒരു എഴുതുവാൻ കാരണം എന്താണ്? What is the reason that the hand came and started writing? ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അതിന്റെ 1-ാം വാക്യം മുതൽ വാക്യം മനസ്സിലാക്കാൻ കഴിയുന്നു. From the first verse onwards, we'll understand. മഹത്വവും തേജസ്സും മഹിമയും ഉണ്ടായിരുന്ന ബേൽശസ്സർ രാജാവ്, King Belshazzar, who had honor, grandeur and glory, അവന്റെ അപ്പനായിരിക്കുന്ന നെബൂഖദ്നേസർ രാജാവിന് സംഭവിച്ച കാര്യങ്ങളെ മറന്നിട്ട് he forgot what had happened to his father Nebuchadnezzar. അവന്റെ അപ്പൻ സമ്പാദിച്ചതായ കൊണ്ടുവന്നിരുന്ന ആ സ്വർണം വെള്ളി പാത്രങ്ങളിൽ, the golden and the silver vessels that his father had accumulated there, അവനും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും എല്ലാം വീഞ്ഞു കുടിച്ച് ആഹ്ലാദിക്കാൻ തുടങ്ങി. He, along with his wives, concubines and nobles, started drinking wine and becoming revelry. അവൻ ദൈവപ്രമാണം പുറകെ തള്ളിക്കളഞ്ഞു. He transgressed the commandments of God. ആ അനുഭവം അല്ലെങ്കിൽ പിതാവിന് സംഭവിച്ചതായിരിക്കുന്ന അവസ്ഥകളെ അവൻ മറന്നുപോയി. He forgot what had happened to his father. ഒരു ഏറ്റവും മഹബിയും മഹത്വം ഉണ്ടായിരുന്ന നെബൂഖദ്നേസർ രാജാവിന്റെ കീഴിലുള്ള ഒരു മൃഗീയമായിട്ടുള്ള അവസ്ഥ, കാളെ പോലെ പുലി നിന്ന അവസ്ഥ, വനത്തിന്റെ വാസം ചെയ്ത അവസ്ഥകളൊക്കെയും ഈ ബേൽശസ്സർ രാജാവിന് തന്റെ മകന് നല്ലവണ്ണം അറിയാവുന്ന കാര്യമായിരുന്നു. So this son, King Belshazzar, was fully aware of what has happened to his father, that is, he was subjected to bestial and heinous punishments, and he was grazing like the bull and so on. He had now forgotten everything. എന്നാൽ ഇതെല്ലാം മറന്നവൻ, Alas, he has forgotten everything. ബേൽശസ്സർ രാജാവിന്റെ യുദ്ധത്തിൽ സംഭവിച്ചത് പറയുന്നത് അറിയാമോ? You know what happened to the life of King Belshazzar? അവൻ വീഞ്ഞു കുടിച്ച് ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ When he drank wine and was making revelry, ഒരു കൈപ്പത്തി വന്ന് a finger appeared. രാജകൊട്ടാരത്തിന്റെ ഭിത്തി നല്ല മനോഹരമായിട്ടുള്ള വെള്ള തേച്ചതായ വെള്ള ഭാഗമുള്ള സ്ഥലത്ത് ഒരു കൈപ്പത്തി വന്ന് എഴുതി. On the glorious wall of the royal palace, that wrote something. രാജാവിന്റെ മതിൽ അല്ലെങ്കിൽ മുറിക്കകത്തുള്ള
അല്ലെങ്കിൽ റൂമിനകത്തുള്ളായ കൊട്ടാരത്തിനകത്തുള്ളായ വെള്ളയിൽ എഴുതിയെന്നാണ് വചനം വായിക്കുന്നത്. The word of God we read that was written upon the wall, that was glorious within the room of the king. 5-ാം വാക്യം. Verse number 5. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ടു വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി. രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി. That is upon the place of the wall of the palace. വെള്ളയിൽ എഴുതിയ നല്ലവണ്ണം തെളിയായി കാണും. And if it is written something upon white, it will be very legible and vivid. രാജകൊട്ടാരത്തിന്റെ ആ വീട്ടിന്റെ മഹിമ എന്ന് പറയുന്നത് ആ വെള്ള ഭാഗമാണ്. The glory of the palace is that white part. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. I am not willing to move to the same വെള്ളയിൽ subject. എഴുതാൻ കാരണം രാജാവ് ബേൽഷസ്സർ രാജാവ് നല്ലവണ്ണം വായിക്കട്ടെ. To us it upon the place stand with a view to reading the king of Belshazzar. എന്നിട്ട് രാജാവ് നോക്കിയിട്ട് വായിക്കാൻ കഴിയുന്നില്ല. The king beholds, he is not able to read it. അവന്റെ കൂടെയുള്ള വിദ്വാൻമാരെയും സകുനവാദികളെയും മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ഒക്കെയും വിളിച്ചുകൂട്ടി. All the scribes, all the scholars, all the wise men, all the occults, everyone was summoned today. നിങ്ങൾ എഴുത്ത് വായിച്ച് അർത്ഥം പറഞ്ഞാൽ, if you read this writing and give the interpretation, രാജാവിന്റെ രാജ്യത്തിന്റെ 3-ാം സ്ഥാനത്തേക്ക് നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. he'll be promoted to the 3rd position of the kingdom. ഈ വാക്യം ഈ എഴുത്ത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാമെങ്കിൽ, if you are able to read and comprehend the writing on the wall, ഇന്ന് നിങ്ങൾ രാജ്യത്തിന്റെ 3-ാം സ്ഥാനത്തേക്ക് നിങ്ങളെ ഉയർത്താം. you will be elevated to the 3rd position of the country. അവർ നോക്കിയിട്ട് വായിക്കാൻ കഴിയുന്നില്ല. Alas, they were not able to read it. ഉടനെ ഒരു രാജ്ഞി അവർ പ്രത്യക്ഷപ്പെടുകയാണ്. Suddenly a queen appears there. രാജാവേ ദീർഘായുസ്സായിരിക്കട്ടെ. Thy majesty, hail thy majesty. ഇത് ആർക്കും എവർക്കാർക്കും ജഡവാസമുള്ള ദേവന്മാർക്ക് ആർക്കും ഇത് അല്ല, ജഡവാസമുള്ള വ്യക്തികൾക്കാർക്കും മന്ത്രവാദികൾക്കോ വിദ്വാൻമാർക്കോ അല്ലെങ്കിൽ ആഭിചാരന്മാർക്കോ വായിക്കാൻ കഴിയുന്നതല്ല ഇത്. The astrologers, the Chaldeans, the soothsayers, people who are dwelling in the flesh cannot read this writing. ഉടനെ രാജ്ഞി പ്രകാരം ബേൽഷസ്സർ രാജാവിനോട് പറയുന്നു, And now Queen says to the king, നിന്റെ അപ്പന്റെ കാലത്ത് during the days of your father, ജീവിച്ചിരിക്കുന്ന there was a man who was alive, ദൈവാത്മാവുള്ള a man with the spirit of God. ഒരു പുരുഷനുണ്ട്. A man was there. അവന്റെ പേര് ദാനിയേൽ. His name is Daniel. അവന് വരുത്തിയ കാര്യം സാധിക്കും. And if you summon him, he will do this. ഉടനെ വരുത്താൻ പറയുന്നു. Suddenly, now command is given to fetch him here. ദാനിയേൽ വരുന്നു. Daniel is brought there. ദാനിയേൽ വന്ന് ഈ വചന അല്ലെങ്കിൽ കൈപ്പത്തിൽ അല്ലെങ്കിൽ കൈകൊണ്ട് എഴുതിയതായ എഴുത്ത് വായിച്ചില്ല. Daniel comes there and he does not dare to read the writing on the wall. അതിന്റെ 10-ാം വാക്യം വായിച്ചാട്ട്. When we come to verse number 10, ദാനിയേൽ 5:10 വാക്യം. Daniel chapter 5 verse 10. രാജാവിന്റെയും മഹത്തുക്കളുടെയും വാക്ക് ഹേതുവായി രാജ്ഞി ഭോജനശാലയിൽ വന്നു. രാജാവ് ദീർഘായുസായിരിക്കട്ടെ. തിരുമനസ്സുകൊണ്ട് വിചാരങ്ങളാൽ പരവശനാകരുത്, മുഖഭാവം മാറുകയും അരുത്. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്ത് ഉണ്ട്. തിരുമനസ്സിലെ രാജ്യത്തിനുണ്ട്. തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലെയുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവേ, തിരുമേനിയുടെ അപ്പൻ തന്നെ ബേൽഷസ്സർ എന്ന് പേര് വിളിച്ച ദാനിയേലിൽ ഉത്കൃഷ്ട മനസ്സും അറിവും ബുദ്ധിയും സ്വപ്ന വ്യാഖ്യാനവും ഗൂഢാർത്ഥ വാക്യ പ്രദർശനവും സംശയഛേദനവും കണ്ടിരിക്കയാൽ രാജാവ് അവനെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൽദയർക്കും ശകുനവാദികൾക്കും അധിപതിയാക്കി വച്ചു. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഈ വാർത്ത കേട്ടപ്പോൾ രാജാവിന് സന്തോഷമായി. On hearing this news, the king is very much delighted. ദാനിയേലിനെ വരുത്തുന്നു. Daniel is brought there. ദാനിയേൽ പറഞ്ഞ വാക്കറിയാമോ? You know what was the reply of Daniel? അപ്പന്റെ കുഴപ്പങ്ങളൊക്കെ മകനെ പറഞ്ഞു ധരിപ്പിച്ചു. And he had just made him understand all the problems related to his father. ബേൽഷസ്സർ രാജാവേ, O King Belshazzar, ദാനങ്ങളും gifts പദവിയും and position, മഹത്വവും glory, അവിടെ ഇരിക്കട്ടെ. let it be with എനിക്കൊന്നും you. എനിക്ക് വേണ്ട ആവശ്യമില്ല. I am not need of any such thing. ഞാൻ ഒരു കാര്യം പറയാം. Let me tell you one thing. എഴുത്ത് വായിക്കുന്നതിന് മുൻപായിട്ട് Before reading the writing, അപ്പന്റെ കുഴപ്പങ്ങളൊക്കെയും മകനെ പറഞ്ഞു ധരിപ്പിച്ചു. all the problems with your father, now he makes aware of his own son. അവൻ അഹങ്കാരം കാണിച്ചു. He was very haughty in spirit. രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞു. He was called down from the throne. ഇതൊക്കെയും ഉണ്ടായിട്ടും Even though everything met him, തിരുമേനി രാജാവേ, നീ നിന്നെ തന്നെ താഴ്ത്തിയില്ല. Thy Majesty, you did not humble yourself. പിതാവിന്റെ കുഴപ്പങ്ങളും മകന്റെ കുഴപ്പങ്ങളും ഒക്കെയും പറഞ്ഞ് അവിടെ ധരിപ്പിക്കുകയാണ്. Now he is just presenting before him all the problems related to his father and now with the son. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അഹങ്കാരം കാണിച്ചു. രാജസ്ഥലത്തിൽ നമ്മളെ നീക്കിക്കളഞ്ഞു വചനം വായിക്കുന്നല്ലോ. We read he was haughty in the spirit, he was displaced from the throne. അതുകൊണ്ട് അവന്റെ ഹൃദയം മൃഗീയരെ പോലായി പോയി. Therefore he became hard-hearted like the beast. അവൻ കാട്ടുകഴുതയെ പോലായി. He was like the mule.
അവൻ കാളയെ പോലെ പുല്ലിരുന്നു. He grazed like the bull. ഇതൊക്കെയും ഉണ്ടായിട്ടും, Even after happening all these things, ഇതൊക്കെയും അറിഞ്ഞിട്ടും even after having known all these things, നീ നിന്നെ തന്നെ താഴ്ത്തിയില്ല. you did not humble yourself. സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന് വിരോധമായിട്ട് നീ പാപം ചെയ്തു. You committed sin against the heavenly God. ആലയത്തിലെ പൊൻ വെള്ളി പാത്രങ്ങളിൽ നീ വീഞ്ഞു കുടിച്ച് ഉല്ലസിക്കാൻ തുടങ്ങി. You started pouring wine in the vessel from the temple, that's the silver and gold. You started making merry. നിന്റെ തിന്മയാണ് ഈ കൈപ്പറ്റി കൈ വന്നിട്ട് ഇത് എഴുതുവാൻ കാരണം. It is because of evil only this hand appeared and started writing that statement. എഴുത്തിന്റെ അർത്ഥം ഞാൻ പറയാം. I would like to interpret the meaning of the statement. എഴുത്ത് ഞാൻ വായിക്കാം. Let me read it. എഴുത്ത് ഇങ്ങനെയാണ്. This is how it goes. മെനെ മെനെ തെക്കേൽ ഉർഫസി. Hene, hene, tekel, upasin. കാര്യത്തിന്റെ അർത്ഥം ഇതാകുന്നു. You know what's the meaning of this one? യഹോവ നിന്നെ തുലാസി തൂക്കി നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. The one weighed in the balances and found wanting. 26 വാക്യം. Verse 26. കാര്യത്തിന്റെ അർത്ഥമാവിത്. കാര്യത്തിന്റെ അർത്ഥമാകിത്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കിൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബേൽശസ്സരിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴുമെന്ന് അവനെക്കുറിച്ച് പ്രസിദ്ധമാക്കി. അവൻ മൂന്നാമനായിട്ട് വാഴുമെന്ന് പ്രസിദ്ധപ്പെടുത്തി. It is announced that he will be the third ruler in that kingdom. അന്ന് രാത്രി, The same night. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജത്വം പ്രാപിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ഞാൻ പറഞ്ഞ ആശയം, തിന്മയായിട്ടുള്ള കാര്യങ്ങളെ ചെയ്തതായ ബേൽശസ്സർ രാജാവിന്റെ ജീവിതത്തിലുണ്ടായ അവസ്ഥ എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. The purpose of making reference to this history is that King Belshazzar, who committed evil, allows what are the consequences that he had to face. നീ തിന്മ ചെയ്തുവെങ്കിൽ ഭയപ്പെടുക. If you commit evil, fear the Lord. ഇസ്രായേലേ, നീ ദൈവത്തെ ഭയപ്പെടണം. Behold, Israel, fear the Lord thy God. ഭയമില്ലാത്തടത്ത് മഹാഭയത്തെ ദൈവം അയക്കും. God will send great fear in the place where there's no fear. ഇന്നത്തെ തലമുറയുടെ അവസ്ഥ എന്താണ്? What is the nature of the present generation? ഭയമില്ലാത്ത നിലവരമാണ്. The state is in which there's no fear. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. കഴിഞ്ഞ കാലഘട്ടങ്ങളിലാണെങ്കിൽ When we examine the past days, ഒരു കൺവെൻഷൻ വെച്ചാൽ, when a convention is organized, അതിന്റെ ഒടുവിൽ at the end, അനേക യൗവനക്കാർ മുൻപോട്ട് വരുവായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട്. many youngsters used to come forward for the ministry of God. ഇന്ന് ആരും മുൻപോട്ട് വരുന്നില്ല. Today, nobody comes forward. എന്തുകൊണ്ട്? Why? ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ പിന്നാലെയും, Because today spend the time before computer മൊബൈൽ ഫോണിന്റെ പിന്നാലെയും, and after mobile phones. മറ്റു ചില കാര്യങ്ങൾക്ക് പിന്നാലെ മനുഷ്യൻ യൗവനക്കാരായി തീർന്നിരിക്കുകയാണ്. Younger generation is going after such things in the world. ഞാൻ സാധാരണ പ്രസംഗിക്ക് പറയാറുണ്ട്, Normally the time message I would say, നിത്യോപത സാധനങ്ങൾക്ക് അരിക്കും മറ്റു സാധനങ്ങൾക്കൊക്കെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. you can find a great hike in the price of the daily commodities like rice and other things. എന്നാൽ മൊബൈലിന് മറ്റുള്ള വില സാധനങ്ങൾക്കൊക്കെയും വളരെ 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 വില കുറയ്ക്കുകയാണ്. How you can find great decline with regard to devices like a computer, mobile phone and the same. 250-500 രൂപ കൊടുത്താൽ നല്ലൊരു മൊബൈൽ ഫോൺ കിട്ടുമോ? You offer 200 rupees or 500 rupees, you can get a beautiful setup mobile എന്നാൽ phone. 1 കിലോ അരി മേടിക്കണമെങ്കിൽ 25-26 രൂപ കൊടുക്കണം. How you have to offer 25-26 rupees to buy a kilogram of rice. അത് കൂടി ഇപ്പോൾ 32 വരെ വന്നിരിക്കുകയാണ്. That is across 30 or 32. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. It is be hiked up. മനുഷ്യന് പാപത്തിന്റെ ശക്തിക്ക് വലിപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ലഘൂകരിച്ചിട്ട് മോശമായ നിലയിൽ ഇത് തലമുറകളൊക്കെയും അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. Man is today amplifying, liquidating, simplifying powers of sin, and he's attaching great importance to sin. The younger generation is being brought to the same angle. ഈ അടുത്തൊരു സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞു, Recently one brother came and reported, ഞാനൊരു പ്രത്യേക കാര്യത്തിൽ ഒരു പോസ്റ്റ് പറഞ്ഞു. for a particular purpose I uttered a lie. പാസ്റ്റർ ക്ഷമിക്കുമോ കർത്താവ്? Pastor, will the Lord forgive me? ആ വാക്ക് ഞാൻ ഭയപ്പെടുന്നു. I'm afraid of that same sentence. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. Hitherto I haven't uttered any ഞാൻ ആ വാക്കിൽ falsehood. ഭയപ്പെടുന്നു. At that word I fear. എന്റെ കർത്താവ് ക്ഷമിക്കുമോ? Will my God forgive me? എത്ര പേര് കുറ്റബോധമുണ്ട്? How many get the pricking consciousness? ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കള്ളം പറഞ്ഞത് കൊണ്ട് അവന് മനസാക്ഷി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയായി. Uttering a minor lie, that man comes to a point in which he loses his good conscience. പ്രിയപ്പെട്ട വിശ്വാസിയെ, നിന്നോട് ചോദിക്കട്ടെ,
നിന്റെ മനസ്സാക്ഷി എപ്രകാരമായിരിക്കുന്നു? Beloved believer, let me ask you, what is the nature of your conscience? നീ നിഗളിക്കാതെ ദൈവത്തെ ഭയപ്പെട്. Without feeling arrogant, fear God. താഴ്മയുള്ള ജനത്തിൽ നിശ്ചയമായിട്ടും ഭയം ഉണ്ടാകും. Where there is humility, there shall be the fear of God. സ്വർഗ്ഗ കനാൻ അവകാശമാക്കണമെങ്കിൽ ജനമേ ഇസ്രായേലേ നീ ദൈവത്തെ ഭയപ്പെട്. You not inherit heavenly Canaan, beloved people of God. Lo Israel, fear Lord thy God. നിനക്ക് കുറ്റബോധം ഉണ്ടാകണമെങ്കിൽ നീ ദൈവത്തെ ഭയപ്പെട്. You not to have the conviction, you must fear God. സ്വർഗ്ഗ കനാൻ അവകാശമാക്കണമെങ്കിൽ നീ ദൈവത്തെ ഭയപ്പെടണം. You not to possess heavenly Canaan, you must fear God. ഭയമില്ലാതിരിക്കുന്നതുകൊണ്ടാണ് കുടുംബത്തിൽ കലഹവും ശണ്ടയും വഴക്കൊക്കെ ഉണ്ടാകുന്നത്. As there is no fear of God only, there are discords, disputes and quarrels in domestic life. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അപ്പോസ്തലൻ പൗലോസ് റോമ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ Apostle Paul, as he writes epistle to the church of Romans, റോമർ 11:20 വാക്യത്തിൽ വായിക്കുന്നു. in chapter 11 verse 20. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. ഞെളിയാതെ ഭയപ്പെട്. Be not high-minded, but fear God. നീ നിൽക്കുന്നത് വിശ്വാസം നിൽക്കുന്നു, ദൈവം നിർത്തിയിരിക്കുന്നു, ഞെളിയാതെ ഭയപ്പെട്. You stand only by faith. The Lord has kept you safe. Do not be high-minded, but fear God. നിന്റെ സമ്പത്ത് കൊണ്ടല്ല, Not because of wealth, നിന്റെ ഉയർച്ച കൊണ്ടല്ല, not because of a promotion, ജ്ഞാനം കൊണ്ടല്ല, not because of a wisdom, വിദ്യാഭ്യാസം കൊണ്ടല്ല, not because of a education, നിന്റെ നന്മ കൊണ്ടല്ല, not because of a goodness, ഔദ്യോഗികമായിട്ടുള്ള ഉയർച്ച നീ നീക്കുന്നത് കൊണ്ടല്ല, not because of an officiating position. ദൈവത്തിന്റെ കരുണയാൽ, By the mercy of God, ദൈവത്തിന്റെ by കരുണയാൽ the compassion of God, നീ നിൽക്കുന്നു. thou art standing. ദൈവത്തിന്റെ സ്നേഹത്താൽ നീ നിൽക്കുന്നു. By the love of God, thou art kept. നിന്നോട് കർത്താവ് കരുണ കാണിച്ചതിന്റെ പാപം, ശാപം, രോഗത്തെ പരിഹരിച്ചു തന്നുകൊണ്ട് നീ നിൽക്കുകയാണ്. The Lord has shown mercy upon you. He has taken all our curses, sins or sicknesses only. Today you are able to be preserved. ഞെളിയാതെ ഭയപ്പെട്. Be not high-minded, rather fear. സഭയോട് പൗലോസ് പറയുകയാണ്, Saint Paul says to the church, നീ നിൽക്കുന്നത് കർത്താവിന്റെ കരുണയാലാണ്. you are standing only by means of the kindness of God. നിഗളിക്കാതെ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ ജീവിക്കുക. Therefore, be not haughty, fear the Lord, walk in his ways. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ലേവ്യ പുസ്തകം 19 വാക്യത്തിൽ വായിക്കുന്നു, നീ ദൈവത്തെ ഭയപ്പെട്. Coming to the book of Leviticus, chapter 14, verse 19, അതിന്റെ we read, അവസാനഭാഗം. fear Lord, the last portion. നിന്റെ ദൈവത്തെ ഭയപ്പെടണം. നീ ദൈവത്തെ ഭയപ്പെടണം. Fear the Lord. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇസ്രായേലേ ദൈവത്തെ നീ ഭയപ്പെടണം. Israel, fear the Lord thy God. ആ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു രാജ്യമാണ് സ്വർഗ്ഗ കനാൻ. The Lord is preparing a heavenly kingdom. That's a Canaan. That is for the people who fear him. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 10:11 വാക്യത്തിൽ വായിച്ചത്. If we're coming to the book of Deuteronomy, chapter 10, verse 11. അവർ പോകട്ടെ, പറഞ്ഞു വിട്, അവർ സ്വർഗ്ഗ കനാൻ അവകാശമാക്കട്ടെ. Let them go, send them off, let them inherit the heavenly Canaan. അപ്പൊ എന്നാ വാക്യം? പിന്നെ യഹോവ എന്നോട് നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുൻപിൽ നടക്കാം, അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അവർ ചെന്ന് കൈവശമാക്കട്ടെ. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് കൽപ്പിച്ചതായ ദേശം അവർ കൈവശമാക്കട്ടെ. കൈവശമാക്കുന്നതിന് വേറെയും മോശേ നീ ജനത്തിന് മുൻപിൽ നടക്കാ. Behold, Moses, walk before the people. Let them go and inherit the promised land of Canaan that they promised unto them and their forefathers. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. മുമ്പേ സാക്ഷി കേട്ടതുപോലെ, as we heard the testimony, ആരംഭഘട്ടം മുതൽ during the beginning, ജനത്തെ നയിച്ചുകൊണ്ട് പോകുവാൻ ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. did not lead the people. God got chosen excellent apostles. അവരുടെ വാക്കുകൾ കേട്ട്, hearkening to their voice, അവരുടെ ഉപദേശം കേട്ട്, hearkening to their instruction, അവരുടെ ആദർശങ്ങൾ മനസ്സിലാക്കി, understanding their ideology, ദൈവത്തെ ഭയത്ത് ജീവിക്കുന്നവർക്ക്, the people who fear God, ദൈവത്തിന് സ്തോത്രം, praise be to the Lord, നടത്തിപ്പിനോട് വിഘടിക്കാതെ, without being rebellious to the leading, പ്രമാണത്തിൽ ജീവിക്കുന്നവർക്ക്, subject to the divine doctrine, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക്, those who fear God and lead their lives, നിശ്ചയമായും സ്വർഗ്ഗകനാൻ അവകാശമാക്കുവാൻ കഴിയും. indeed they will be able to inherit the heavenly Canaan. മോശയോട് പറയുന്നു, നീ അവർക്ക് മുൻപായി നടക്ക്. To Moses the Lord says, walk before them. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് കൽപ്പിച്ചതായ ആ ദേശം, കനാദേശം അവർ അവകാശമാക്കട്ടെ. Let them inherit the promised land, the land of Canaan that they have promised unto them. ആ സ്വർഗ്ഗ കനാനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചവർ അത് അനുഭവമാക്കുവാനായിട്ടുള്ള സന്തോഷ പ്രത്യാശ ദൈവമക്കൾ നിശ്ചയമായിട്ടും ദൈവഭയമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ദൈവമക്കൾ മാത്രം ശക്തമായി ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ
നിങ്ങളുടെ ശബ്ദം കേൾക്കാനാ പറഞ്ഞത്. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്ക് നിശ്ചയമായിട്ട് ഒരു സ്വർഗ്ഗ കനാൻ ദൈവം നമുക്ക് ഒരുക്കുകയാണ്. The people who are hopefully waiting for the coming of the Lord is preparing a kingdom for you. ഞാൻ പറഞ്ഞു വിടട്ടെ. Let me touch and go. രണ്ടാമതായിട്ട് Secondly, ഇസ്രായേലിനോട് എന്ത് പറയുന്നു? what is the direction given to Israel? അവന്റെ വഴികളിൽ നടക്കണം. Walk in the ways of God. അവന്റെ വഴികളിൽ ജീവിക്കണം. Walk in all his ways. ജോബിന്റെ പുസ്തകം 23:10 വാക്യത്തിൽ വായിക്കുമ്പോൾ, Coming to the book of Job, chapter 23, verse 10. ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. He knows the way I walk through. ജോബ് പറയാണ്, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. In the words of Job, he knows my way. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. അവനെ കുറ്റം ചുമത്തുവാൻ, അവനെ വിമർശിക്കുവാൻ ഒക്കെയും ആളുകൾ കൂടിയപ്പോൾ, Not to allege him, accuse him, as people gathered around. നിങ്ങൾ ഏതെല്ലാം കുറ്റം ആരോപിച്ചാലും, Even what kind of allegation you level against me, ഞാൻ ആരാണെന്നുള്ളത് എന്റെ ദൈവം അറിയുന്നു. my God knows who I am. അതാണ് പ്രാഗൽഭ്യം. That is a good confidence. അതാണ് നല്ല മനസ്സാക്ഷി. That's a good conscience. ആര് എന്തെല്ലാം വിമർശിച്ചാലും ജോബിനെ വിമർശിക്കുവാൻ, കുറ്റം ആരോപിക്കുവാൻ ആരെല്ലാം എഴുന്നേറ്റെന്നറിയാമോ? You know who are the type of people that rose up not to level allegations against this Job? എന്നാൽ ജോബ് പറയുന്ന വാക്ക് എന്താണ്? What is the reply of Job? ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. He knows the way that I take. പ്രിയ ദേശനിവാസിയെ, Beloved residents of this part of the land, ദൈവമക്കളെ, beloved people of God, നീ നടക്കുന്ന ഓരോ സ്റ്റെപ്പും ഓരോ വഴികളും ദൈവം അറിയുന്നു. every step that you came, every way that you undertake is known to the Lord. സംഗീതക്കാരൻ പറയുന്നു, In the words of the psalmist, ഞാൻ ഇരിക്കുന്നതും what I sit, what I stand up, എൻ നടപ്പ്, my movement, കിടപ്പ്, my sleeping. ഒക്കെയും നീ ശോധന കഴിക്കുന്നു. Oh Lord, thou searchest everything. നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് പോലും എന്റെ നാവിന്മേൽ ഇല്ല. Without the knowledge, not even a single word upon my tongue. നീ മുൻപും പിൻപും അടച്ച് എന്നെ കാക്കുന്നു. Thou close before and after and preserve me. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. So this understanding is really marvelous to me. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടപ്പ്, കിടപ്പ്, നിന്റെ സംസാരം, നിന്റെ പ്രവൃത്തികളൊക്കെയും അവൻ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവനാണ്. Beloved people of God, every moment of ours, that's our down sitting, our uprising, our walking, our sleeping, our conversation, everything the Lord is searching from above. ദൈവം അറിയുന്ന വഴികളിൽ കൂടെ നമുക്ക് കടന്നു പോകാം. Let's move on to the way that's known to the Lord. ദൈവം അറിയുന്ന വഴികളിൽ കൂടെ കടന്നു പോകാം. Let us pass by the way which is known to the Lord. സങ്കീർത്തനം 1:6 വാക്യത്തിൽ വായിക്കുന്നു, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. In first Psalm verse 6 we read, the Lord knows the way of the righteous. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. The Lord knows the way of the righteous. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം. The way the ungodly shall perish. രണ്ട് വഴികളെ കുറിച്ച് കാണുന്നു. In this passage we read about two ways. ഒന്ന് നീതിമാന്മാരുടെ വഴി. One is the way of the righteous. അഥവാ നീതിയുടെ വഴി. That's the path of righteousness. അഥവാ വിശുദ്ധിയുടെ വഴി. That's the path of holiness. അഥവാ യേശുവായ അതേ പാതയിൽ പോന്ന വഴി. That's the way the Lord Jesus himself undertook. അഥവാ വെടിപ്പിന്റെ വഴി. That's the path of holiness. അല്ലെങ്കിൽ നിർമ്മലമായിട്ടുള്ള വഴി. That's the path of unblameability. അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള വഴി. That's the path of purity. അഥവാ നീതിമാനായിരിക്കുന്ന യേശുവായ കഷ്ടതയുടെ വഴി. That's the path of sufferings that the righteous Jesus had thrown and through. നീ പോന്ന വഴി നമ്മുടെ കർത്താവ് അറിയുന്നു. Our God knows the way that you are treading. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. The Lord knows the way of the righteous. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാണ്. The way the ungodly shall perish. ഇന്ന് മനുഷ്യന് ദുഷ്ടത പ്രവർത്തിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെയും സാത്താൻ ഇന്ന് ഇറക്കിയിരിക്കുകയാണ്. The devil has discovered and invented plenty of things whereby people can be polluted their ways. ഈ കൊച്ചി പട്ടണത്തിൽ തന്നെ ഉണ്ട് സാത്താന്റെ ആരാധന. In this Cochin city, you can find satanic worship. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, In order to have the financial progress, സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി, in order to have financial growth, അല്ലെങ്കിൽ ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടി, in order to have the flourishing of your business, നല്ല ബിസിനസ് നടക്കുന്നതിന് വേണ്ടി, in order to have prosperous business. ഇന്ന് മനുഷ്യൻ ഇന്ന് സാത്താന്റെ പിന്നാലെ ഓടുകയാണ്. Today, man is running after the devil. ഇത് ദൈവം വേണ്ട, ദേവനും വേണ്ട, ആരും വേണ്ട, പ്രാർത്ഥന വേണ്ട, ഒന്നും വേണ്ട, കൂട്ടം വേണ്ട, അതൊന്നും വേണ്ടാതെ പോകുന്ന ദൈവമക്കളെ നമുക്കറിയാം. We and people of God discover God, godly ways, worships of God and other ways. ഒരു കാത്തിപ്പം വെച്ചാൽ ആളില്ല. When a tarry meeting is arranged, very limited people. ബൈബിൾ ക്ലാസ് വെച്ചാൽ വരാൻ Bible study is സമയമില്ല. Bible study is conducted, people do not find time to attend. സഭായത്തിന് വരുമ്പോൾ 11 മണിക്കാണ് വരുന്നത്. By the time report for Sunday service, it is 11. മനുഷ്യൻ അധ്വാനത്തിന് വേണ്ടി ഓടുകയാണ്. Man is running fast to labor. എന്നാൽ യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. But the Lord knows the way of the righteous. ദുഷ്ടത പ്രവർത്തിക്കുന്നതിന്റെ വഴി നാശകരമാണ്. Those who commit evil, they are moving into destruction. നിന്റെ ഹൃദയം ദുഷ്ടതയ്ക്ക് വേണ്ടി ഓടുന്ന
ഓടുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം അതിനോട് വിട പറഞ്ഞതിനു ശേഷം ഇതാ നീതിമാനായ യേശുവിന്റെ വഴികളിൽ കൂടെ പോകുവാനായിട്ട് നീ ഒരുക്കമായി മടങ്ങി വാ. If your heart is running after doing wicked things, tonight just be favorable to the same and make a decision to come back to the path of Lord Jesus Christ. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. വെളിപ്പാട് 15:3 വായിക്കുന്നു, നീതിമാന്റെ വഴിയിൽ സത്യവും നീതിയും പ്രകാശമുണ്ട്. Coming to the book of Revelation, chapter 15, verse number 3, we understand there's a truth, there's honesty, there's light in the way of the righteous. നീതിമാനായിരിക്കുന്ന കർത്താവിന്റെ വഴിയിൽ നീതിയുണ്ട്, സത്യമുണ്ട്, വെളിച്ചമുണ്ട്. There is righteousness, there is the truth, there's light in the path of Lord Jesus Christ, who is an embodiment of justice. വായിച്ച 15:3. സർവ്വജാതികളുടെയും രാജാവേ, സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവും നിന്റെ ഉള്ളവ. വഴികൾ നീതിയും സത്യമുള്ളത്. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവത്തിന്റെ വഴിയിൽ കടന്നു വന്നവർക്ക് നീതിയുണ്ട്, സത്യമുണ്ട്. Those who pass through the way of God, there's a truth and righteousness. നീതിയുടെ വഴി വിട്ട് കളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. It is better not to know the way of righteousness than after knowing the same and deviating from the same. നീതിയുടെ വഴി അഥവാ നീതിമാന്റെ വഴി അഥവാ നീതിമാനായിരിക്കുന്ന യേശുവിന്റെ വഴിയെ മനസ്സിലാക്കിയിരിക്കുന്നവർ ആ വഴിയെ തന്നെ പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. Way of the righteousness, that means Lord Jesus Christ, who is an embodiment of justice. After having come to know the knowledge of the same, God is willing, he must continue the journey through the same way. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നീതിമാൻ ദൈവത്തിന്റെ വഴികളിൽ കൂടെ മുൻപോട്ട് പോകുമ്പോൾ ദുഷ്ടൻ നീതിയുടെ വഴി വിട്ട് കളയുകയാണ്. When the righteous walks according to the righteous way, that's the way of God. The wicked goes away from the way of God. അഥവാ നീതി അല്ല ദുഷ്ടൻ ദൈവത്തിന്റെ വഴിയാൽ ദൈവത്തെ വിട്ടുകളയുന്നു. In other words, the wicked goes away from the way of God, which is a righteous way. 9-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ വായിക്കുന്നു, ദുഷ്ടൻ നീതിമാന്റെ വഴിയെ അഥവാ ദൈവത്തെ വിട്ടുകളയുകയാണ്. In Psalm 9 verses 7 we read, the wicked goes away from the righteous way, that's the way of God. ദുഷ്ടന്മാർ ദൈവത്തെ മറക്കുന്നു. The wicked forget God. എന്നാൽ നീതിയിൽ കൂടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് നിശ്ചയമായിട്ടും നീതിയും സത്യമായിട്ടുള്ള വഴികളിൽ കൂടെ കടന്നു പോകാൻ കഴിയും. But the people who choose righteousness will be able to walk through the path of truth and righteousness. നീ സത്യമായി നിന്റെ വഴികളിൽ ദൈവത്തിന്റെ വഴികളിൽ കൂടെ നടന്ന് നിന്റെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകുകയില്ലെന്ന് ദാവീദ് സലോമോനോട് കൽപ്പിക്കുന്നു. David says to Solomon, if you truthfully walk according to the path of God, that's the righteous way, and he will find a son to sit upon the throne. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. പ്രിയ ദൈവമക്കളെ, ദുഷ്ടൻ തന്റെ വഴി വിട്ട് ദൈവത്തിലേക്ക് തിരിയണം. Beloved people of God, the wicked is expected to turn away from his way and come unto the Lord. യെശയ്യാവ് 55-ന്റെ വാക്യത്തിൽ വായിക്കുന്നു, ദുഷ്ടൻ തന്റെ വഴിയെ വിട്ട് ദൈവത്തിലേക്ക് തിരിയണം. Coming to Isaiah chapter 55, verse number 7, we read, the wicked should turn away from his evil ways and come unto the Lord. ദുഷ്ടന്റെ വഴി നാശകരമാണ്. The wicked's way is moving to catastrophe. ദുഷ്ടന്റെ വഴി നാശകരമായ വഴിയാണ്. The wicked's way is full of perdition. ആ ദുഷ്ടന്റെ വഴിയെ വിട്ട് നാശകരമായ വഴിയെ വിട്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഇന്നത്തെ രാത്രി നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Tonight, the Lord is making an invitation unto you, saying, you have to turn away from the wicked ways and move unto the Lord. ദുഷ്ടന്റെ വഴിയിൽ കൂടെ ദുഷ്ടതയുടെ വഴിയിൽ കൂടെ കടന്നു വന്ന വ്യക്തിയുടെ നിശ്ചയമായിട്ടും ആ വഴിയിൽ ദൈവമക്കളെ സാത്താന്റെ സാന്നിധ്യമാണ്. അതാണ് ഇന്ന് പല കുടുംബങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. Beloved people of God, those who walking through the wicked ways, that is the devilish ways. Today many people are doing the same. The Lord is making a proclamation unto you, leave the same, turn to the Lord. നോഹയുടെ കാലത്ത് ന്യായവിധി ഉണ്ടാകാൻ കാരണം മനുഷ്യന്റെ ദുഷ്ടത പെരുകിക്കൊണ്ടിരുന്നതുകൊണ്ടാണ്. During the days of Noah, there is a great judgment of God because there's a great multiplicity for the sins of man. അതിനേക്കാൾ മോശമായ നിലയിൽ ഇന്ന് മനുഷ്യൻ മുൻപോട്ട് പോകുന്നു. Today man is moving forward even a situation worse than the same. മനുഷ്യന്റെ ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുന്നു. Wickedness is abounding in this world today. അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. Iniquity, violence mounting up today. പ്രിയ ദേശവാസിയെ ദൈവമക്കളെ, നിന്റെ ദുഷ്ടത വിട്ടതയും കർത്താവിലേക്ക് നീ മടങ്ങുക. Beloved people of God, inhabitants of this part of the land, moving away from the sinful ways, turn to the Lord. ഇസ്രായേലേ, നീ ദൈവമായ യഹോവയുടെ അടുത്തേക്ക് നീ മടങ്ങുക. Lo Israel, come back to the Lord thy God. നിന്റെ അകൃത്യ നിമിത്തമത്രേ നീ വീണിരിക്കുന്നത്. Because of your iniquity thou hast fallen. നിന്റെ സകല അകൃത്യങ്ങളെ ക്ഷമിച്ച് ആദരവോടെ നിന്നെ സ്വീകരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. The Lord is willing to forgive all iniquity and accept you comfortably. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ഇന്ന് ദുഷ്ടത
അനേക ദൈവമക്കളുടെ കുടുംബത്തിലുണ്ട്. Today, there is wickedness in the family of many people of God. ദുഷ്ടത അനേക ദൈവമക്കളുടെ കുടുംബത്തിൽ ഇന്ന് വാസം ചെയ്തിരിക്കുകയാണ്. Today, wickedness is dwelling in the residences of many people of God. 55 സങ്കീർത്തനം 15 വാക്യത്തിൽ വായിക്കുന്നല്ലോ, ദുഷ്ടത അവന്റെ വാസസ്ഥലത്തുണ്ട്. Coming to 15th verse of Psalm 55, we read wickedness is dwelling in his dwelling place. 55:15 വാക്യം. Psalm 55 verse 15. ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും ദുഷ്ടത അവന്റെ വാസസ്ഥലത്ത് അവരുടെ ഉള്ളിലുമുണ്ട്. അവിടെ ഉള്ളിലുമുണ്ട്. എങ്ങനെയാണ് വാസസ്ഥലത്ത് വന്നത്? എങ്ങനെയാണ് ഉള്ളിൽ കയറിയത്? Wickedness is in the dwellings and among them. And how did this find entrance? ഇന്ന് പല സംവിധാനങ്ങളൊക്കെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. You can find different sophisticated methods at residences. ഇത് പറയുമെന്ന് നിങ്ങൾക്കറിയാം. When I say you understand this, അത് കണ്ട് ഇപ്പോൾ ദൈവത്തെ പുറത്താക്കിയതിനു ശേഷം നിന്റെ ഹൃദയത്തിൽ മുഴുവനും അടങ്ങിയിരിക്കുന്ന മുഴുവനും ദുഷ്ടതയുടെ ഹൃദയ അനുഭവമാണ്. watching, keeping on watching, you expelled the Lord, and your heart is now inhabited with that wicked. ദുഷ്ടത നിന്റെ വാസസ്ഥലത്ത്. Wickedness is in your dwellings. വാസസ്ഥലത്ത് വന്നിട്ട് ഉള്ളിലേക്ക് കയറി. After coming to the dwelling place, that crept into your heart now. ഉള്ളിൽ അതിരിക്കുന്ന കാലത്തോളം കർത്താവിനെ ഭയപ്പെടുവാനോ വഴികളിൽ നടക്കുവാനോ ഇഷ്ടപ്പെടത്തില്ല. ദൈവത്തിന്റെ ആലോചന കേൾക്കാൻ ഇഷ്ടപ്പെടത്തില്ല. As long as that is dwelling in your inner conscience, that shall never permit you to do the will of God, nor walk in the ways of the Lord. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഒരുവന് ദുഷ്ടപ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു പശ്ചാത്താപം ഉണ്ടാകുമ്പോഴാണ് കർത്താവിലേക്ക് മടങ്ങി വരാൻ സാധിക്കുന്നത്. When a person has a penitence to cast away his wickedness only, he will have the decision to turn to the Lord. നീ ചെയ്ത തെറ്റാണെന്ന് നിന്റെ കുറ്റബോധം ഉണ്ടാകുമ്പോഴാണ് ദൈവമക്കളെ വാസ്തവമായിട്ട് നീ മടങ്ങി വരുവാൻ ഇഷ്ടപ്പെടുന്നത്. The moment you have the conviction that the wrong you committed is indeed an evil, you will have the awareness to turn to the Lord. അത് അതിന്റെ ഉദാഹരണമാണ് മുടിയൻ പുത്രൻ. The prodigal son is a classical example to the same. എല്ലാം സ്വരൂപിച്ചിട്ട് ദൂരദേശത്തേക്ക് പോയി. He got his share, went away. എന്നാൽ ഒരു കഷ്ടതയുടെ സമയത്ത്, Alas, during the moments of sufferings, അവന്റെ അപ്പനെ കുറിച്ച്, concerning his father, വീടിനെ കുറിച്ച്, concerning the parental home, നിലവരത്തെ കുറിച്ച്, concerning his former estate, അവന്റെ ഔദ്യോഗികനായ നിലയെ കുറിച്ച്, concerning the present plight, എല്ലാം ചിന്തിച്ചു. now he thinks about everything. അയ്യോ, എന്റെ അപ്പന്റെ വീട്ടിൽ എത്ര കൂലിക്കാര് ഭക്ഷിച്ച് ശേഷിക്കുന്ന ഭക്ഷണമുണ്ട്. Alas, at my father's house, many laborers, many servants eat well. ഞാൻ ഇത്ര കഷ്ടപ്പെടണമോ? And I am at the point of ഞാൻ death. ഇത്രമാത്രം ഹീനമായി തീർന്നല്ലോ. And I have become so heinous now. അവന്റെ തെറ്റിനെ കുറിച്ചുള്ള പശ്ചാത്തലം ഉണ്ടായി. He regrets concerning his own shortcoming. അവൻ ഇപ്രകാരം പറയുകയാണ്, He says thus, ഞാൻ കുറ്റം ചെയ്തു. I committed evil. ഞാൻ എന്റെ അപ്പനടുക്ക് ചെന്ന് I പറയും, will go to my father and say, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. No, father, I committed sin against thee and heaven. ഇനി നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനേ അല്ല. No more I am worthy to be called thy son. ഒരു കൂലിക്കാരനെ പോലെ എന്നെ കരുതിയാൽ മതിയാവും. Consider me as one of his servants. ഈ വാക്കുകൾ അവൻ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. Thinking these statements only, he was moving back to his father's house. ദൈവമക്കളെ, ഈ വാക്ക് ചിന്തിച്ചപ്പോൾ തന്നെ അവന്റെ അപ്പൻ അവനെ സ്വീകരിക്കാനുള്ള ഒരുക്കമായിരുന്നു. Beloved people of God, the moment he had these thoughts in his father's heart, he had the preparation to accept his son. നീ കാട്ടിക്കൊണ്ടിരിക്കുന്ന സകല തെറ്റുകളും പരാജയങ്ങളും നിന്റെ കുറ്റങ്ങളെ സംബന്ധിച്ചുകൊണ്ട് അനുതാപത്തോടുകൂടെ ഞാൻ കുറ്റക്കാരാണ്, കർത്താവേ നിന്റെ മകൻ വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നുകൊണ്ട് നിലവിളിക്കുന്ന നിശ്ചയമാറ്റും ആ നിലവിളിക്കുന്ന സമയത്ത് തന്നെ നിന്നെ സ്വീകരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. Concerning all the shortcomings, the drawbacks, the evils, the wickedness, sins we committed in our life, if you make a confession to the Lord with the heart of regret and penitence, oh Lord, I committed so really, Father, when you apologize, as a loving Father, he is able to forgive and accept you unto himself. അവൻ അവിടെ ചെല്ലുമ്പോൾ As he moves to the Father, മകനെ കണ്ടിട്ട് on seeing the Son, ആ മകനെ അപ്പൻ മറന്നുപോയില്ല. Father hasn't forgotten his Son. അവന്റെ മുഖരൂപം മാറി അവൻ മറന്നുപോയിട്ടില്ല. He hasn't forgotten his countenance. നിന്റെ പ്രകൃതി അവൻ അറിയുന്നു. He knows your nature. നീ പൊടിയെന്ന് അവൻ ഓർക്കുന്നു. He knows you are dust. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും Even though centuries pass by, നീ മടങ്ങി വരുമ്പോൾ when you return to the presence of God, രൂപത്തെ അറിയാവുന്ന സൃഷ്ടികർത്താവേ കർത്താവ് നിന്റെ അടുക്കൽ ഓടി വരും. there is a Lord who is the Father, the Creator, who knows the visage. He rushes unto you. നിന്റെ യുദ്ധത്തിൽ അത് ന്യായീകരിക്കരുത്. Do not justify the shortcomings of your life. നീതിയിരിക്കാനൊന്നുമില്ല. There's nothing to justify. നിന്റെ കുറ്റം സംബന്ധിച്ച് നീ മടങ്ങി വാ. Accept your error and come back to the Lord. നിന്നെ സ്വീകരിക്കാൻ നിന്റെ അപ്പൻ ഓടി വരും. Your Father shall rush through you not to accept you. അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. Behold, Father, I committed sin against thee and heaven. ഇനി ഞാൻ നിന്റെ മകൻ വിളിക്കപ്പെടാൻ യോഗ്യനല്ല. I am no more worthy to be called thy son. ഞാൻ ഒരിക്കൽ ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. Once I
was under the power of darkness. ആ വെളിച്ചമായിരുന്നായ അപ്പന്റെ സ്ഥലത്ത് ഞാൻ ഓടി, ഞാൻ ഇരുട്ടിലേക്ക് പോയി. I ran away. I slipped into darkness from the control of my father. ഞാൻ വീണ്ടും വെളിച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ്. Lo, I have come back to light again. ഒരു നീതിമാന്റെ വഴി വെളിച്ചത്തിന്റെ വഴിയാണ്. You're right, the way of righteousness is full of light. അനുദപിക്കുന്നതിന്റെ വഴി വെളിച്ചത്തിന്റെ വഴിയാണ്. The way the one who repents is that of light. അനുദപിക്കുന്ന വഴി വെളിച്ചത്തിന്റെ വഴിയാണ്. The way the one that regrets is that of light. അനുദപിക്കാത്തുള്ള വഴി ഇരുട്ടിന്റെ വഴിയാണ്. The way the one that does not regret is full of ആ darkness. മുടിയൻ പുത്രൻ വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ അപ്പൻ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചവനെ ആലിംഗനം ചെയ്യുന്നു. When the prodigal son came back to the father rushed through, hugged him, embraced him, rained kisses upon him. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അതാണ് നീതിയുടെ വഴി. That's the way of righteousness. അതാണ് നീതിമാന്റെ വഴി. That's the way of the righteous. അതാണ് വെളിച്ചത്തിന്റെ വഴി. That's the way of the light. ഇന്ന് രാത്രികാലം കർത്താവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. Tonight, the Lord is inviting you to make a come back to Him. മടങ്ങി വരുന്നവരെ നിന്നെ പുതുപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. Those who want to come back, the Lord is willing to renew you. മടങ്ങി വരുന്നവരെ ആദരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. The Lord is willing to consider the ones who are willing to come back to the Lord. കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, സ്നാനം എടുത്ത വ്യക്തിയാണ്, അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്. എന്നാൽ കർത്താവേ, ഇപ്പോൾ എന്റെ വീട്ടിൽ എന്റെ ഉള്ളിൽ ദുഷ്ടത നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, എല്ലാം ഉപേക്ഷിച്ചിട്ട് നിന്നിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു നീ പറയുന്നുവെങ്കിൽ വിശ്വാസിയെ നിന്നെ ആദരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Well, I would believe one if he makes such a confession. Oh Lord, I'm a saved child of God. I took baptism. I received the power of the Holy Spirit too. How I backslid. I went away the presence of God. Now I decide to cast away the evil works. The Lord is prepared to accept you. എന്നെ കേൾക്കുന്ന ജനങ്ങളെ, ദേശവാസികളെ, Well, but people of God, residents of this part of the who listen to me. പാപത്തിന്റെ കൂട്ടുകെട്ടിലായിരിക്കാം. You may be in the communion of sin. നിന്റെ കൂട്ടുകാര് ദുഷ്ടന്മാരായിരിക്കാം. Your friends might be wicked. വ്യാജമുള്ളവരായിരിക്കാം. They may be full of corruption. ഏത് ദുഷ്ടതയ്ക്ക് വേണ്ടി, ഏത് കാര്യത്തിന് വേണ്ടി മനുഷ്യൻ തുനിവാൻ ഒരുക്കമുള്ള വ്യക്തിയായിരിക്കാം. Sometimes they are prepared to compel you in spite to do any kind of cruel activity. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഞാൻ ഒരു വാർത്ത വായിച്ചു. Yesterday in the paper I happened to read കൊച്ചു കുഞ്ഞുങ്ങൾ small children buts. കരാട്ട പഠിപ്പിക്കുന്നു. They practice karate. കത്തിയെടുത്ത ഒരു കുട്ടിയെ കുത്താനായിട്ടുള്ള ആ ഭാവനയിൽ ഞാൻ പത്രത്തിൽ കണ്ടു. The training is given. One child took a knife and it brandises to stab the other one. അതിൽ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം വായിച്ചു. A statement uttered by the parents I happened to read also. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എന്താ വായിച്ചറിയാമോ? You know what is that? ആയുധ അഭ്യാസം കുട്ടികൾക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുടെ എണ്ണം കൂടുതലാണ്. So we find great is the number of the parents who want to give training of weapons to their own children. ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കാനായിട്ട് കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ. നിങ്ങൾ വായിച്ചാൽ കണ്ടാൽ കൊച്ചു കുഞ്ഞുങ്ങൾ വെറും 5 വയസ്സ് പ്രായമെങ്കിലും കാണുകയുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ വാള് കൊടുത്തതിന് ശേഷം, കടാര കൊടുത്തതിന് ശേഷം അത് അഭ്യസിക്കട്ടെ എന്ന് പറയുന്ന തലമുറകൾ ആ വളർന്ന എന്നാൽ എങ്ങനെ ഇരിക്കുന്നു ചിന്തിച്ചു നോക്കിയാട്ടെ. So the parents have the desire to train their young ones to get trained in weapons, taking swords, taking dagger, taking saber, and giving practice. So if when they are brought up in such a nature, just think about the consequences. 16/11/2011 ബുധനാഴ്ച വന്നായ പത്രത്തിലുള്ള വാർത്തയാണ്. So this is a news that was published last month, the 16th Wednesday. ദൈവമക്കളെ, ആയുധമെടുക്കാനായിട്ട് കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുവാനായിട്ട് മാതാപിതാക്കൾ പ്രോത്സാഹനം കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും തലമുറ വളർന്നു വന്നാൽ എങ്ങനെ ഇരിക്കുന്നു ചിന്തിച്ചു നോക്കിയാട്ടെ. The parents themselves give inspiration for the children in order to employ the weapons, get trained the same. How shall be the future generation? ഇന്നത്തെ ജനത്തിന്റെ അവസ്ഥ എത്രമാത്രം അധപ്പതിച്ചു പോകുന്നു. How deteriorating is the present plight to the younger generation. തലമുറകൾക്ക് ഭയമില്ല. Generation do not fear. മാതാപിതാക്കളെ ഭയമില്ല. Parents do not fear. ദൈവത്തെ ഭയമില്ല. They do not fear God. ഇന്ന് അനേക വിശ്വാസിയുടെ കുഞ്ഞുങ്ങൾ പോലും ഇന്ന് ദൈവത്തെ ഭയപ്പെടാതെ സ്വന്തം വഴികളിൽ കൂടെ ജീവിക്കുന്നു. ചെറിയ പ്രായം മുതലേ അതും ഇതും കണ്ട് കേട്ട് അവിടെ ഹൃദയം തഴമ്പിച്ചിട്ട് ദുഷ്ടത പ്രവർത്തിപ്പാനായിട്ട് മനുഷ്യർ അവരെ മുന്നോട്ട് വരികയാണ്. Today, even many children of the believers, they do not fear God or their own parents. They watch, enjoy the things of the world, and they are prepared to commit abominable things and brought up in such an abominable nature. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇന്ന് നമ്മുടെ തലമുറകൾ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കണം? The younger generation, how should they be brought up? ദൈവത്തെ ഭയപ്പെടുവാൻ പഠിപ്പിക്കണം. You have to teach them to fear God. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. Teach them to pray.
ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ബൈബിൾ വായിക്കാൻ പഠിപ്പിക്കണം. Teach them to read the scripture. ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. Teach them to love God. തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ ശിക്ഷിച്ച് വളർത്തണം. Just chasten them as you notice wrong deeds from them and correct them. ദൈവഭയം അവിടെ ഹൃദയത്തിൽ കൊണ്ടുവരണം. You have to inject the fear of God into their conscience. ചിലര് കള്ളം പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാറുണ്ട്. Some people used to utter lies, thereby threaten children. അതിനോടൊന്നും കർത്താവിന് യോജിപ്പില്ല. No, God does not have any accord with it. ഓ പൂച്ച വരുന്നു, എലി വരുന്നു, കടുവ വരുന്നു, ആന വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടാറുണ്ട്. Telling that the cat comes, the lion comes, the tiger comes, they want to terrify the children. ദൈവത്തിന്റെ മുൻപിൽ അത് ഏറ്റവും കുറ്റമാണ്. That's also a great crime in the sight of God. ഭോഷ്ക് പറയല്ലേ? You are into uttering falsehood. വ്യാജമായ കാര്യങ്ങൾ ഉച്ചരിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തണ്ട. We are pretending things and thereby don't intimidate your children. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഭയം കൊടുക്കണം. Based on the light of the scripture, inject fear into young minds. ദുഷ്ടതയിൽ കൂടെ പാപത്തിൽ കൂടെ തെറ്റായ വഴികളിൽ കൂടെ കടന്നു പോകുന്ന തലമുറകൾക്ക് ഉപദേശങ്ങൾ വചനങ്ങൾ കൊടുത്ത് അവരെ അഭ്യസിപ്പിച്ചിട്ട് നേരായ പാതയെ കൊണ്ടുവരുവാനായിട്ട് മാതാപിതാക്കൾ തുനിയണം. Parents should come forward in order to give the doctrines, the counsel of God, the word of God, according to the scripture, and they will try to mend their ways and bring them up in such a way. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. നാശവും ദുഷ്ടതയും ദൈവമക്കളെ സാത്താന്റെ കയ്യിലിരിക്കുകയാണ്. Beloved people have gone, wrath and wickedness are in the hands of the devil. റോമാലേഖനം 3:16 വായിക്കുന്നു, നാശത്തിന്റെ വഴിയും ദുഷ്ടതയുടെ വഴിയും ദുഷ്ടന്റെ കയ്യിലിരിക്കുന്നു, നീതിമാന്റെ വഴിയിൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല. Coming to Romans chapter 3 verse 11, we read, there is a destruction and wickedness in the hand of the devil. That's a evil. The righteous does not have such a thing. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിൽ ഉണ്ട്. അവരുടെ വഴികളുണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവ ഭയം ഇല്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. നാശവും അനീതിയുള്ള തലമുറയിൽ ദൈവഭയം ഒരിക്കലും രവിദേശം പോലും ഇല്ല. There is in the unrighteous generation, in the wicked generation, there's no fear of God, no godliness at all. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നാശവഴികളെ വിട്ട് തെറ്റായ വഴികളെ വിട്ടിട്ട് തെറ്റായിട്ടുള്ള ജീവിതത്തെ വിട്ടിട്ട് ഇന്ന് രാത്രികാലം മടങ്ങി വരുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. The Lord is inviting you in order to bid farewell to the sinful ways, wicked ways, destructive ways, and come to the way of righteousness. That's the way of God. യഹോവ മോശയോട് പറയുന്നു, The Lord says to Moses, അവർ കനാൻ ദേശം കൊടുക്കുമെന്ന് പറഞ്ഞത് ആ ദേശം കൈവശമാക്കട്ടെ. I promised them to give the land of Canaan. Let them go and inherit. അതിനുള്ള ഉപദേശം എന്താണ്? What is the doctrine for the same? ദൈവത്തെ ഭയപ്പെടണം. You must fear God. ദൈവത്തിന്റെ വഴിയിൽ ജീവിക്കണം. Walk in the ways of God. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ആ വഴി നീതിമാന്റെ വഴിയാണ്. That's the way of the righteous. ആ നീതിയുടെ വഴിയിൽ ദൈവമക്കളെ സ്നാനം അടങ്ങിയിട്ടുണ്ട്. In the righteous way, baptism is also latent. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഗ്രഹിക്കാം. The forthcoming days you can listen to such a ആ doctrine. നീതിയുടെ വഴി, The way of righteousness. നീതിയുടെ മാർഗം, The way of righteousness. ഇസ്രായേൽ ജനം കനാൻ വിട്ടിട്ട് മിസ്രയീം വിട്ടിട്ട് ശേഷം ചെങ്കടൽ കടന്നു. അത് സ്നാനത്തിന് മുൻകുറിയാണ്. After setting out from Egypt, the people is across the Red Sea. That's a type to water baptism. ആ നീതിയുടെ വഴി ദൈവമക്കളെ സ്നാനത്തിനൊരു മുൻകുറിയാണ്. Beloved people of God, that's the way of righteousness, which is a type to water ആ baptism. ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് ഒരുക്കുന്നതായ അഥവാ ദൈവഭയത്തിൽ ജീവിക്കുന്നവർക്ക് ഒരുക്കുന്ന രാജ്യമാണ് സ്വർഗ്ഗീയ കനാൻ. The heavenly Canaan is a kingdom that the Lord is preparing for the people who take water baptism, get anointed with the power of the Holy Spirit of God, and walk through the righteous way. അതിലെ ഇന്ന് നമ്മൾ പാട്ട് പാടിയല്ലോ, 5-ാം പാട്ടിന്റെ അവസാനത്തെ അടി ഇങ്ങനെ പാടി. In the song, service is song, the 5th song, the last stanza we sang. പുത്തൻ യെരൂശലേം ശോഭിത നഗരമാണ്. A New Jerusalem, that's a radiant city. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ ആ പരത്തിൽ എനിക്ക് വാസമാകണം. I want to dwell in that heavenly city. ആ പുതിയ യെരൂശലേം സ്വർഗ്ഗ സിയോൻ എനിക്ക് അവകാശമാക്കണം. I want to inherit that heavenly Zion, New Jerusalem. അതുകൊണ്ട് നീ മിസ്രയീം വിടണം. Therefore you must depart from Egypt. ചെങ്കടൽ കടക്കണം. Cross the Red Sea. മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യണം. Continue through the wilderness. നീ ജയം പ്രാപിക്കണം. You must attain victory. ലോകത്തെ ലോകശക്തികളെ വെറുക്കണം. You must hate the world and the powers of the world. അങ്ങനെയുള്ളവർക്കായിട്ട് ഒരുക്കുന്ന രാജ്യമാണ് സ്വർഗ്ഗ കനാൻ. For such people the Lord is preparing a heavenly kingdom. അതിന് യോഗ്യരായ ദൈവമക്കൾ, സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ പറയാമോ? Hallelujah. നിങ്ങൾ മാത്രം പറഞ്ഞാട്ടോ ഹല്ലേലൂയ. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എന്താ വായിച്ചത്? What do we read here? ഇസ്രായേലേ ദൈവത്തെ ഭയപ്പെടുക. Lo Israel, fear the Lord thy God. ദൈവത്തിന്റെ വഴികളിൽ നടക്കുക. Walk in all his ways. മൂന്നാമതായിട്ട് പറയുന്നത്
അവനെ സ്നേഹിക്കണം. Thirdly, that instructed to love him. പറയുവാൻ ധാരാളമുണ്ട്, ഞാൻ പറഞ്ഞു വിടുകയാണ്. Plenty to be added. Let me touch and go. എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? How should we love God? 1 യോഹന്നാൻ 5:3 വാക്യത്തിൽ വായിക്കുന്നു. In 1 John chapter 5, verse number 3. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ അവനെ സ്നേഹിക്കുന്നവരാണ്. Those who follow the commandments of God are loving God. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നീ പറയുന്നെങ്കിൽ, വാസ്തവമായിട്ട് നീ കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ കർത്താവിനെ സ്നേഹിക്കുന്നു പറയാൻ കഴിയുള്ളൂ. If we keep on saying, I love God, I love my Savior, I love my God, if you follow the commandments only, your practice is the same. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നല്ലോ ദൈവത്തോടുള്ള സ്നേഹം. This is the love of God, that we keep his commandments. ഒരുവൻ ദൈവകൽപ്പന അനുസരിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തെ സ്നേഹിക്കു പറയാൻ കഴിയുള്ളൂ. When a person obeys the commandments of God only, that is likened to loving him. ഇസ്രായേൽ മക്കൾക്ക് 10 കൽപ്പന കർത്താവ് കൊടുത്തു. God had given 10 commandments to the people of Israel. പുറപ്പാട് പുസ്തകം 20:3 വാക്യം മനസ്സിലാക്കാൻ കഴിയുന്നു. From Exodus chapter 20, verse 3 onwards, we understand. അതിന് 17 വാക്യം വരെ വായിച്ചാൽ Coming to verse number 17, 10 കൽപ്പന കൊടുക്കുന്നതായി കാണുന്നു. we understand 10 commandments were given. വായിക്കണ്ട, Don't read. ദൈവത്തിന് സ്തോത്രം. Praise the Lord. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ 10 കൽപ്പനയെ 2 കൽപ്പനയായി കുറച്ചു. But the Lord Jesus Christ had limited those 10 commandments into 2. മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നു, In Matthew's gospel, we read about ദൈവമായ it. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണം. ഇത് വലിയതും ഒന്നാമത്തുമായ കൽപ്പന. രണ്ടാമത്തതും അതിന് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ സകല 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണം അതിൽ അടങ്ങിയിരിക്കുന്നെന്ന് കർത്താവ് പറയുകയുണ്ടായി. You must love your Lord God with your whole heart, the whole strength, with the whole spirit, and the whole the power. So this is the first and the greatest commandment. The second one is also equal to the same, that is love your enemy or neighbor as thyself. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് പറയുന്നത്. Therefore, to the people of Israel it is said, ആവർത്തന പുസ്തകം 4-ാം വാക്യത്തിൽ വായിക്കുന്നു, Deuteronomy chapter 4, verse 15. നിങ്ങൾ രൂപം ഒന്നും കണ്ടിട്ടില്ലല്ലോ, You haven't seen any image. അതുകൊണ്ട് ആണിന്റെങ്കിലും പെണ്ണിന്റെങ്കിലും സ്വരൂപം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. Therefore do not make the idol or image of any male or female, and don't commit any abomination. ഞാൻ നിന്റെ ദേവനാകുന്നു. I am your God. വായിച്ചാട്ട്, നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ അരുളിച്ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആണിന്റെങ്കിലും പെണ്ണിന്റെങ്കിലും സ്വരൂപമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെ സാദൃശ്യമോ, ആകാശത്തും പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമല്ലാത്തതിനെ കൊണ്ട് ദൈവമക്കളെ ദൈവമാണെന്ന് പറയുന്നെങ്കിൽ ദൃശ്യമാറ്റുന്നത് വഷളത്വമാണ്. Beloved people of God, when you say this is the God concerning things which are not God's, that is like unto committing abomination. ഒരു രൂപം ഉണ്ടാക്കരുത്. Do not make any image, ആണിന്റെങ്കിലും whether male പെണ്ണിന്റെങ്കിലും or female. സ്വരൂപം ഉണ്ടാക്കി Make image വഷളത്വം പ്രവർത്തിക്കരുത്. and don't commit iniquity. വണങ്ങുന്നതിന് വേണ്ടി You not to worship. നീ സ്വരൂപം ഉണ്ടാക്കരുത്. Don't make any idol. കത്തോലിക്ക POC ബൈബിൾ ഞാൻ വായിച്ചപ്പോൾ In the Catholic POC Bible I happen to അതിനകത്ത് read, വ്യക്തമായി എഴുതിയിരിക്കുന്നു, it is clearly written, വണങ്ങുന്നതിന് വേണ്ടി നീ സ്വരൂപം ഉണ്ടാക്കരുത്. you not to worship, do not make any image. ദൈവത്തിന് സ്തോത്രം. Praise be to the പിന്നെ Lord. കാണാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. If that being so, as whether to see only people അതുകൊണ്ട് make വചനം images. പറയുന്നത് നീ നിശ്ചയമായിട്ടും അതിനെ വണങ്ങാൻ നമസ്കരിക്കാൻ പാടില്ല. That's the word of God says, do not worship it. നിന്നെ സൃഷ്ടിച്ചതിന്റെ ദൈവത്തെ നീ ആരാധിക്കണം. You must worship the very God who has created you. നിന്നെ സൃഷ്ടിച്ചത് കർത്താവിനെ നീ ഉയർത്തി കാണിക്കണം. He must promote, project the very Lord who created you. നിന്നെ സൂക്ഷിക്കുന്ന കർത്താവിനെ നീ ഭയപ്പെട്ട് നീ ജീവിക്കണം. He must fear the God who preserves you. അതിനുവേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. For the same purpose only you have been called by him. ഇസ്രായേലേ, നീ ദൈവത്തെ ഭയപ്പെട്. Lo Israel, fear God. അവന്റെ വഴികളിൽ ജീവിക്ക. Walk in all his ways. നീ അവനെ സ്നേഹിക്ക. Love him. നീ അവനെ സ്നേഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവന്റെ കൽപ്പനകളെ നീ പൂർണ്ണഹൃദയത്തോടെ നീ പാലിക്കണം. If you love him, you must keep his commandments with your whole heart. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന അതേ ആദർശങ്ങൾ, അതേ പ്രമാണങ്ങൾ, അതേ കൽപ്പനകൾ നീ അതുപോലെ പാലിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് വേണ്ടി ഒരുക്കുന്ന രാജ്യമാണ് സ്വർഗ്ഗ സിയോൻ, യെരൂശലേം. If you're able to keep the commandments, the statutes, the doctrines instructed by the Lord without any change, indeed the Lord is preparing a heavenly cannon for you. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നാം എങ്ങനെ സ്നേഹിക്കണം? How should we love him? ഭയം കൂടാതെ സ്നേഹിക്കണം. Without any fear.
ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. വിശുദ്ധിയോടെ സ്നേഹിക്കണം. In holiness, we must love Him. നിർമ്മല ഹൃദയത്തോടെ സ്നേഹിക്കണം. In unblameable conscience, we must love Him. ഭയത്തോടെ സ്നേഹിക്കണം. With the fear, we must love Him. കർത്താവിന്റെ വഴികളിൽ കൂടെ നടന്നുകൊണ്ട് സ്നേഹിക്കണം. Walk in His ways and thus love Him. അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നാം സ്നേഹിക്കണം. Observe His commandments and thereby love Him. അങ്ങനെയുള്ളവർക്കായിട്ട് യേശു വേഗം വരാൻ പോകുകയാണ്. Jesus coming, see not together such people. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Tonight, the Spirit of God is talking to you. ഈ വചനം നിനക്ക് ശിക്ഷാവിധിക്ക് കാരണമായി തീരരുത്. This word should not become instrumental for your ഈ retribution. വചനം നിനക്ക് ന്യായവിധിക്ക് കാരണമായി തീരരുത്. This word should not be instrumental for your punishment. ഞങ്ങൾ സംസാരിക്കുന്ന വചനങ്ങൾ ആകാശം ഭൂമിയും സാക്ഷ്യം പറയും. The word of God that is preached unto you shall be testified by the heaven and the earth. ഇവിടെ സംസാരിക്കുന്ന വചനങ്ങൾ മുഴുവനും ആകാശം ഭൂമിയും സാക്ഷ്യത്തിന് വേണ്ടി സൂക്ഷിക്കുകയാണ്. The word of God that is preached here, that the heaven and the earth shall testify, for which it is kept. 50 സങ്കീർത്തനം 4 വാക്യത്തിൽ വായിക്കുന്നല്ലോ. In Psalm 50 verse 4. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കും. He not takes the good judgment upon the people, he will summon the sky and the earth. യാഗം കഴിച്ച് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീ. Gather my saints unto me, and who one brought unto me by sacrifice, by offering sacrifices. 4 വാക്യം. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. യാഗം കഴിച്ച് നിയമം ചെയ്തവരായ എന്റെ ദീപത്തിൽ നിൽക്കുന്നവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീനെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കും. The word of God we read, gather my saints together unto me, those that have made a covenant with me by sacrifice. യാഗം കഴിച്ച് After offering sacrifice, നിയമം ചെയ്തായ making a covenant, നിയമത്തിൽ നിൽക്കുന്നതായ standing upon the law, പ്രമാണത്തിൽ നിൽക്കുന്നതായ standing upon the commandments of ദൈവത്തിന്റെ വഴികളിൽ God, ജീവിക്കുന്നതായ walking in the ways of God, കർത്താവിനെ ഉയർത്തി കാണിക്കുന്നതായ projecting the Lord upon, ആ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നതായ attach importance to holiness, വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിക്കുന്നവരായ we live in the spirit of holiness. എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. Gather all such saints unto me. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ ആ പ്രത്യാശയിലാണ് നാം ജീവിക്കേണ്ടത്. Beloved people of God, we must continue our journey in such a hope only. ഒരു ഉയർപ്പിൻ ശക്തി നാം പ്രാപിക്കണം. We need to have a power of resurrection. കർത്താവിന്റെ കാഹളശബ്ദം കേൾക്കുമ്പോൾ രൂപാന്തരം പ്രാപിക്കുന്നതിന് വേണ്ടി നാം ഉയർപ്പിൻ ശക്തി പ്രാപിക്കണം. In order to find transformation at the shout of the trumpet of God, now we need to receive the power of resurrection. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ആ ഉയർപ്പിൻ ശക്തിയാണ് ദൈവമക്കളെ കർത്താവ് ആഗ്രഹിക്കുന്നത്. The Lord is expecting this power of resurrection from us. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. That's the power of Holy Spirit. ആരംഭത്തിലെ ബഹുമാനപ്പെട്ട ചീഫ് പാസ്റ്റർ ഒരു പ്രബോധനം പറഞ്ഞപ്പോൾ ദൈവമക്കൾ അതിന് മുഴുകി എല്ലാവരും ആത്മാവിൽ സന്തോഷിക്കുകയുണ്ടായി. At the introduction, when the Honorable Chief Pastor at the time of giving exhortation mentioned a few statements, all the people got immersed into the same and rejoiced in the Lord. ഒരു അഭിഷേകത്തിന്റെ ശക്തിയാണ് നമ്മുടെ അനുഗ്രഹം. So the power anointing is our blessing. അഭിഷേക ശക്തി ഉണ്ടെങ്കിൽ If there is a power of anointing, ഏത് ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാൻ കഴിയും. you'll be able to sabotage any fortresses of the enemy. നിങ്ങൾ പിരുത്തത്തിന്റെ ആത്മാവിനല്ല അപ്പാ പിതാവെ വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചിരിക്കുകയാണ്. You haven't received the spirit of the fear, rather you receive the spirit of the Father, whereby you call Abba Father. പിരുത്തത്തിന്റെ ആത്മാവാണ് ഉള്ളവരാണ് ദൈവമക്കളെ ദൈവീ രോഗശാന്തി നിലനിൽക്കാതെ മറ്റു പല മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. Those who have the spirit of fear, they cannot survive upon the divine healing doctrine. They go and seek other measures for their healing. ഇന്ന് രാത്രി കാലം Tonight, പിരുത്തത്തിന്റെ ആത്മാവോടോ with the spirit of fear അല്ലാതെയോ or not, വന്നിരിക്കുന്നവരോട് എല്ലാം പറയട്ടെ, whoever has come to presence of നീ God, let നിന്റെ me tell കുറ്റങ്ങളെ you, സമ്മതിച്ചുകൊണ്ട് accept your shortcomings താഴ്മയോടെ with humility, ഭയത്തോടെ with fear, വിശ്വാസത്തോടെ with faith. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്നെങ്കിൽ If you look in the face of the Lord, call upon Him, നിന്നെ സൗഖ്യമാക്കി അയക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. the Lord is going to heal you and send you off. നിന്റെ രോഗങ്ങളെ അകറ്റിക്കളയുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. The Lord is willing to remove all the sicknesses out of you. നിന്റെ സകല ബന്ധനങ്ങളെയും അടിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. The Lord is willing to unstrap all the bindings right now. പാപബന്ധനങ്ങൾ മാത്രമല്ല രോഗത്തിന്റെ ശക്തികളെയും മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. The Lord is willing to separate not only the bindings of sin, even He is willing to unstrap all the bindings of His sicknesses. ശത്രുവിന്റെ സകല കോട്ടകളെ തകർത്തുകൊണ്ട് ഇന്ന് രാത്രി കാലം നിനക്ക് ജയം തരുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. Jesus is longing to destroy all the fortresses of the enemy and command deliverance and victory to you. എന്റെ കർത്താവ് എനിക്ക് ഇന്ന് രാത്രി കാലം വിടുതൽ സൗഖ്യം നൽകുമെന്ന് വിശ്വസിക്കുന്നവരെ മാത്രം കരങ്ങൾ ഉയർത്താമോ? Those who believe
My Jesus is able to provide healing and command deliverance tonight. Will you please lift up your hands? യേശുവിന്റെ അടുക്കൽ വന്ന ഒരൊറ്റ വ്യക്തി പോലും സൗഖ്യം പ്രാപിക്കാതെ കടന്നു പോയിട്ടില്ല. Anyone that came into the Lord did not go back without being healed. നീ വിശ്വസിക്കാൻ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി കാണും. If you believe, tonight itself you shall behold the glory of God. നാളെയല്ല, Not tomorrow, ഇന്ന് രാത്രി tonight. നിന്റെ സകല രോഗത്തിന്റെ ശക്തികളെയും ബന്ധനങ്ങളെയും അടിക്കുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. Jesus will destroy all the powers of sickness and unbind all the cords of the powers of enemy. നിന്റെ സകല പിരുത്തത്തിന്റെ ആത്മാവിനെയും നീക്കുന്നുവെങ്കിൽ ഇതാ ദൈവമക്കളെ വിശ്വാസത്തിൽ നീ ഉറയ്ക്കുന്നുവെങ്കിൽ വിശ്വാസത്തിന്മേൽ പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനായ ദൈവമാണ്. If you cast away all the spirit of fear, if you are willing to get established in the power of God, faith of God, the Lord is willing to heal you tonight. ഹല്ലേലൂയ. Hallelujah. ആ വ്യക്തികൾ ദൈവമക്കളെ രോഗസൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? Those who are waiting for divine healing, will you please lift up your hands and praise God? എല്ലാ ശത്രുവിന്റെ കോട്ടകളെ തകർത്ത് ഇന്ന് രാത്രികാലം ജയം തരുവാൻ നമ്മുടെ യേശു ആഗ്രഹിക്കുകയാണ്. Our Jesus is willing to destroy all the fortresses of the enemy and command deliverance and victory to you. എല്ലാ ശത്രുവിന്റെ കോട്ടകളെയും തകർത്ത് ഇന്ന് രാത്രി ജയം തരുവാൻ നമ്മുടെ പ്രിയൻ ആഗ്രഹിക്കുകയാണ്. Our loving Savior is willing to destroy all the powers of the enemy and set you free. നിന്റെ രോഗം ചെറുതാണെന്ന് ചിന്തിക്കരുത്. Don't think your sickness is a minor only. നിന്റെ രോഗം വലുതാണെന്ന് ചിന്തിക്കണ്ട. Don't think your sickness is a major one. ഇത് പ്രാർത്ഥനയിൽ പോകുമോ എന്ന് ചിന്തിക്കണ്ട. Don't be skeptical whether this can be cleared off by power of prayer. ഏത് വ്യാധികളെയും സൗഖ്യമാക്കി അയക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. The Lord is willing to clear, heal any type of sickness and send you free. പക്ഷവാതക്കാരെ സൗഖ്യമാക്കി കർത്താവ്, The very God who healed the palsy, ഉച്ചരോഗിയെ സൗഖ്യമാക്കിയ കർത്താവ്, the very God who healed the leper, ഭൂതവ്യാധികളെ സൗഖ്യമാക്കിയ കർത്താവ്, the very God who healed the demon possessed, മരിച്ചവർക്ക് ജീവൻ കൊടുത്ത കർത്താവ്, the very God quickened the dead, സകല സാത്താന ബന്ധനങ്ങളെ അടിച്ച് വിടുതൽ കൊടുത്ത കർത്താവ്, the Lord who loosened all the cords of the devil and commanded healing. ഇന്ന് രാത്രികാലം Tonight, യേശുവിന്റെ അത്ഭുത കരത്താൽ നിന്നെ തൊട്ട് സൗഖ്യമാക്കാൻ പോകുകയാണ്. He is going to stretch out to them powerful, wonderful arm of Jesus, and He is going to touch you and set you free. ട്രിവാൻഡ്രം സെന്ററിന്റെ ലോക്കൽ നെടുമങ്ങാടുള്ള ഒരു വിശ്വാസി സഹോദരിയുടെ A believer sister belonged to the local Trivandrum center that's named Nirmangad. അവിടെ തല മുതൽ പാദം വരെ അവിടെ തോലെല്ലാം ഉരുകിരിഞ്ഞു പോയി. From the head to foot, and her skin was being peeled out. അവർ കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി. Only she looked into the face of the Lord. ജീവിച്ചാലും മരിച്ചാലും എന്റെ യേശു മാത്രം. Whether he remain alive or die, only my Jesus is enough for me. വസ്ത്രം ധരിക്കാൻ പോലും വിഷമിക്കുന്ന അവസ്ഥയുണ്ടായി. She was not able to get clothed properly. പ്രിയ ദൈവമക്കളെ, അത് കണ്ടാൽ നമ്മൾ ഉള്ളം ഉരുകും. Well, people of God, when we look at the miserable plight, we'll be melted down. ദൈവത്തോട് പ്രാർത്ഥിച്ചു. She prayed to the Lord. അവിടെ വിശ്വാസത്തിന്മേൽ Upon her faith, അത്ഭുതകരമായ സൗഖ്യം കൊടുത്തു. marvelous healing was commanded. ഇന്ന് നമ്മുടെ ശരീരം പോലെ Today, like our body, ദൈവമക്കളെ അവിടെ ശരീരം ദൈവം കൊടുത്തു. God had given a good body. ആ പഴയ നിരവധിയുള്ള ശരീരം കർത്താവ് കൊടുത്തു. God resuscitated the previous body. ആ അസുഖം വന്നതായിട്ട് പോലും കാണാനില്ല. Not even a stripe that can say that she was afflicted with അവിടുത്തെ such a soul. സഹോദരൻ, ഇന്ന് ഞാൻ വരുന്ന വഴിയിൽ സഹോദരൻ എന്നെ വിളിക്കുകയുണ്ടായി. Today on my journey, that brother contacted me. യേശുവിന്റെ പ്രവൃത്തി എത്ര വലുതാണ്. How marvelous are the works of Jesus. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. Ours is a God of miracles. സകല രോഗത്തെ മാറ്റി വിടുവിക്കുവാൻ, പുതിയൊരു സൃഷ്ടിയാക്കി തീർക്കുവാൻ, ഒരു പുതിയ ശരീരമാക്കി തരുവാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. The Lord alone is able to clear, cure all your sicknesses and transform body as a new one. വൈദ്യശാസ്ത്രം പരാജയപ്പെടും. Medical science might fail. എല്ലാവരും നിന്നെ കൈവിട്ടേക്കാം. Or may leave you behind. വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൈവിട്ടേക്കാം. Your relatives, dear ones, everybody might forget you. ആരും സഹായത്തിന് ആരുമില്ലായിരിക്കാം. You may not find any human assistance. ഡോക്ടർമാർ നിന്നെ കൈവിട്ടേക്കാം. Doctors might forsake you. എന്നാൽ യേശുവിന്റെ കരം അത്ഭുതത്തിന്റെ കരമാണ്. But the hand of Jesus, that a wonder. വിടുവിക്കുവാൻ കർത്താവിന് കഴിയും. The Lord is able to deliver you. എല്ലാവരും കൈവിട്ടാലും യേശു നിന്നെ കൈവിടത്തില്ല. Even though I leave you behind, Jesus shall never leave you behind. വിശ്വസിക്കുന്നവരെ നിങ്ങളുടെ വലം കൈ ചേർത്ത് ഒന്ന് പിടിക്കാമോ? Those who believe, please hold your right hands. യേശുവിന്റെ കരം നിന്റെ കരം തൊടാൻ പോകുകയാണ്. The hand of Jesus is going to touch your അവൻ hand. അത്ഭുതങ്ങളുടെ ദൈവമാണ്. He is a God of wonders. ഇന്ന് രാത്രി Tonight, നിന്റെ ഏത് വ്യാധിയായാലും നിന്നെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. what may be your sickness, our Jesus is able to set you free. വിശ്വസിക്കുമ്പോൾ As you believe, ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുകയാണ്. you are going to behold the glory of God. നിന്റെ സകല വ്യാധികളെയും ഇന്ന് രാത്രി തുടച്ചു മാറ്റാൻ പോകുകയാണ്. Tonight, the Lord is going to eliminate
all your sicknesses from your body. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, In the name of Jesus of power. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, In the name of Jesus with authority. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ In the name of Jesus with നിന്റെ authority. സകല ബന്ധനങ്ങളെയും ഇന്ന് രാത്രി അടിക്കാൻ പോകുകയാണ്. Tonight the Lord is going to loosen all your bindings. സാത്താന്റെ ശക്തികളെ കോട്ടകളെ തകർത്തുകൊണ്ട് ഇന്ന് രാത്രി നിൽക്കുന്ന വിടുതൽ നൽകാൻ പോകുകയാണ്. The Lord is going to command you deliverance by destroying all the powers and fortresses of the enemy, the നീ devil. വിശ്വസിച്ചുകൊണ്ട് കരം ഉയർത്തുമ്പോൾ As you believe and lift up your hand, നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല രോഗത്തെയും തുടച്ചു മാറ്റുകയാണ്. the Lord is mopping away all the sicknesses which are haunting you. നീ കടന്നു പോകുമ്പോൾ As you go away, പ്രിയമുള്ളവരെ, നിനക്ക് വേദനയില്ലാതെ കടന്നു പോകാം. beloved ones, you can be relieved of your pain. You can go. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. കൊട്ടാരക സെൻട്രൽ വൈറ്റൂരിലെ മാസവും കഴിഞ്ഞ ശേഷം To Kottarakara Center Faith Home after the monthly meeting, ഒരു സഹോദരൻ, a brother കുണ്ട്രെ സഭയിലുള്ള വിശ്വാസി സഹോദരൻ, is a believer at Kundara local. അദ്ദേഹം നടക്കാൻ വയ്യാതെ മുണ്ടി വന്നിരിക്കും. He was not able to walk. He was limping. കാലിനതി വേദന, There's acute pain in the leg. നടക്കാൻ വയ്യ. He was not able to steadily walk. വളരെ പാടുപെട്ടതേ എനിക്ക് വന്നു. With a great exertion, he came to me. പ്രാർത്ഥിച്ചു. I prayed. യേശു സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. Jesus healed him. I said, അവൻ തിരിച്ചു പോയപ്പോൾ as he returned, കുറച്ച് നടന്നിട്ട് തിരിച്ചു ഓടി വന്നു. after walking a little, he came back. വേദന മാറി. The pain is over. ഹല്ലേലൂയ. Hallelujah. കർത്താവ് പ്രവർത്തിക്കാൻ ഒരു സെക്കൻഡ് മതി. There's one moment enough for the Lord to work. മാരക രോഗത്താൽ ഉറ്റരും വൈദ്യശാസ്ത്രവും പരാജയപ്പെടുമ്പോൾ ഇതാ പരാജയപ്പെടുത്താത്ത കർത്താവിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് മേൽ നീട്ടുകയാണ്. When by the formidable sicknesses, when medical science and the beloved ones fail you, but this is done. There's the Lord Jesus unfailing. He's able to work on your behalf. മാരക രോഗത്താൽ ഉറ്റരും വൈദ്യശാസ്ത്രവും നിന്നെയും കൈവിടുമ്പോൾ സ്നേഹിതാ, യേശുവിൽ നീ വിശ്വസിച്ചാൽ കൈവിടില്ലവൻ, സൗഖ്യമേകും നിശ്ചയം. യേശുവിൽ നീ വിശ്വസിച്ചാൽ കൈവിടില്ലവൻ, സൗഖ്യമേകും നിശ്ചയം. നിത്യജീവൻ നേടുവാനുള്ള നാഴിക നാളേക്കായി മാറ്റിവയ്ക്കയോ സ്നേഹിതാ. യേശുരക്ഷകൻ ഇന്നു നിന്നെയും വിളിച്ചിടുന്നിതാ. യേശുരക്ഷകൻ ഇന്നു നിന്നെയും വിളിച്ചിടുന്നിതാ. മാരകരോഗത്താൽ ഉറ്റരും വൈദ്യശാസ്ത്രം പരാജയപ്പെടും. Due to fatal sicknesses, medical science of beloved ones might fail you. ഞാൻ എറണാകുളത്ത് കർത്താവ് വേല ചെയ്യുമ്പോൾ When I was the minister at Ernakulam, ഇവിടെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ കോൺഫറൻസ് ഉണ്ടായിരുന്നു. there was a conference of the profession doctors are here. 2 നാളുണ്ടായിരുന്നു. And that was organized for 2 days. 2 പ്രാവശ്യമായിട്ട്. Two ആ sessions. പത്രം ഞാൻ വെട്ടിവെച്ചിട്ടുണ്ട്. I had the paper cutting. ഡോക്ടർമാരുടെ കോൺഫറൻസ് എന്താണെന്നറിയാമോ? You know what was the resolution passed in that conference? ഡോക്ടർമാർ കൈയൊഴിഞ്ഞതായ കേസുകൾ ഇനി രക്ഷയില്ല. അവർ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു നാളോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ആയിരിക്കും അവരുടെ ദീർഘായുസ് എന്ന് പറഞ്ഞ് വിടുന്ന രോഗികൾ അനേക നാളുകൾ, മാസങ്ങൾ, വർഷങ്ങൾ ജീവിക്കുന്നു. എന്തുകൊണ്ട്? അതാണ് ചിന്ത. The cases upon which the doctors pass the verdict, there's no scope and hope. Only 1 or 2 days they may to survive. They have prolonged life. What's the mystery behind it? രണ്ടാം പ്രാവശ്യത്തെ മീറ്റിംഗിൽ Second day meeting, അവരിങ്ങനെ പാസ്സാക്കി. and they said so. ഒരു അദൃശ്യകരത്താൽ സൗഖ്യം പ്രാപിക്കുന്നു. There is healing by an invisible hand. അപ്പൊ അത്ര എന്റെ ഇരിപ്പുണ്ട്. I have the paper ഒരു cutting. അദൃശ്യകരം. An invisible ആ hand. അദൃശ്യകരം ആരുടെ? Which is that invisible hand? ആരുടെ? Whose is that? പറഞ്ഞാട്ട് ദൈവമക്കൾ പറ. Come on, say, whose is that? സത്യമായി പറ. Louder. ഹല്ലേലൂയ. Hallelujah. ആ കരം ഇന്ന് കൂടുതലായി പോയോ? Whether it got shortened today, മരണത്തിന്റെ നീക്കമൊക്കെ കർത്താവിനുണ്ട്. there is a deliverance from death with the Lord. ഒരു നിമിഷം 1 minute. കണ്ണുകളെ മൂടിയാൽ Close your eyes. കർത്താവ് നിന്നെ തൊട്ട് സൗഖ്യമാക്കാൻ പോകുന്നു. The Lord is going to touch you and heal you. യേശുവിന്റെ അത്ഭുത കരത്താൽ By the marvelous നിന്റെ hand സകല of വ്യാധികളെ Jesus, സൗഖ്യമാക്കി He is going to heal all your ഒരു sicknesses. പുതിയ ശരീരത്തോട് ഐക്യം കർത്താവ് ആഗ്രഹിക്കുന്നു. The Lord is going to send you with a new body. സത്യത്തിന്റെ കോട്ടകളെ തകർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. The Lord is going to destroy the fortress of the enemy. രോഗബന്ധനങ്ങളെ നിർമൂലമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. The Lord is going to destroy the bindings of your sicknesses. സാത്താന്റെ ബന്ധനത്തെ അടിക്കുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. Jesus will unstrap all the bindings of the enemy. ഭയപ്പെടേണ്ട. Fear not. യേശു കൂടെ ഉണ്ട്. Jesus with you. ഭയപ്പെടേണ്ട. Fear not. ഭ്രമിക്കേണ്ട.
Be not അവൻ dismayed. നിന്റെ ദൈവമാണ്. He is your God. അവൻ നിന്നെ ശക്തീകരിക്കും, He will strengthen you. നിന്നെ സഹായിക്കും, He'll help you. നീതിയുടെ വലക്കൊടിനെ താങ്ങും. He will uphold you with the right hand of righteousness. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, Let's all collectively pray. ശക്തമായി പ്രാർത്ഥിച്ചാട്ട്, Pray powerfully. ശക്തമായി പ്രാർത്ഥിച്ചാട്ട്, Come on, audibly pray. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ട്, Right, louder. Pray and louder. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ട്. Raise the volume and pray. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, Praise the Lord. ഹല്ലേലൂയ. Praise the Lord. യേശുവിന്റെ നാമത്തിന് മഹത്വം. Glory to the name of Jesus. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ ആയത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ.